Good morning, everyone. Welcome to Adda247 Malayalam channel. This is Sebastian, and welcome to the Hindu editorial analysis of 11th October 2022. നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് യൂഷ്വലി നമ്മുടെ കോട്ട് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ കോട്ട് ഇതാണ്: വെൻ യു ആർ എ ജിറാഫ്, യു റിസീവ് ക്രിറ്റിസിസം ഫ്രം ടേർട്ടിൽസ്. ദേ ആർ റിപ്പോർട്ടിംഗ് ദ വ്യൂ ഫ്രം ദ ലെവൽ ദേ ആർ ഓൺ. നമ്മളെപ്പോഴും ഉണ്ടല്ലേ, നമ്മളൊരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ മേ ബി അല്ലേ, നിങ്ങൾ കുറച്ചൊരു ഹയർ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോഴാണല്ലോ നമുക്ക് എപ്പോഴും ക്രിറ്റിസിസമാണ് അല്ലേ. നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തായിക്കോട്ടെ, നമ്മൾ ഫാമിലിയിലായിക്കോട്ടെ, മേ ബി പേഴ്സണൽ സ്പേസിലായിക്കോട്ടെ, നമ്മൾ പഠിക്കുന്നിടത്തായിക്കോട്ടെ, നമുക്ക് പല ആൾക്കാരിൽ നിന്നും അല്ലേ, ചുറ്റുമുള്ള പല ആൾക്കാരിൽ നിന്നും ക്രിറ്റിസിസം കിട്ടാറുണ്ട്. അപ്പം ഈ ക്രിറ്റിസിസം കിട്ടുമ്പോൾ നമ്മളാകെ ഡൗൺ ആയിപ്പോൾ അല്ലേ, ഒരുപാടായി കഴിയുമ്പോൾ എല്ലാവരും ഡൗൺ ആയിപ്പോവും. സോ ആ ഒരു മുകളിലെത്തി കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം സക്സീഡൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഈ ക്രിറ്റിസിസം പലതായിരിക്കും അല്ലേ. അപ്പം ഇവിടെ ഒന്നുമില്ല, ഇത് ഭയങ്കര ബാരനാണ്, ഇവിടെ ഉള്ളത് എന്നുള്ള മറ്റുള്ള ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ് നമ്മൾ കേൾക്കാം. അപ്പോൾ ഓർത്തോണം, ഈ കമൻറ്റ് പറയുന്ന ആൾക്കാരുടെ ലെവലിൽ നിന്നാണ്, അവരുടെ ലെവലിൽ നിന്നാണ് ഇത് പറയുന്നത്. അല്ലാതെ നമ്മുടെ ലെവലിൽ നിന്ന് നമ്മളെ നോക്കി പറയുമ്പോൾ അവരുടെ ലെവലിൽ നിന്നാണ് പറയുന്നത് എന്നുള്ളൊരു മനോഭാവം, ആ ഒരു കാര്യം മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് അടിച്ചു. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇറ്റ് ഈസ് യോർ എബിലിറ്റി ആൻഡ് ഇറ്റ്സ് യോർ റെസ്പോൺസിബിലിറ്റി ടു ബി പോസിറ്റീവ് അല്ലേ. നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ലൈഫിൽ വരാം, അഫക്റ്റഡ് ആകാതിരിക്കാനുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ്. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഓൾവേസ് ഡിറ്റർമിൻസ് വാട്ട് യു ആർ അല്ലേ. നമ്മൾ എന്ത് വിചാരിക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മൾ നമ്മുടെ ലൈഫിൽ ആയിത്തീരുക. സോ റിമെമ്പർ ദാറ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, താമസിപ്പിക്കേണ്ട. നമ്മുടെ ആപ്പ് ഒന്ന് പരിചയപ്പെടുത്താം. ആപ്പിൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. Adda247 ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ വേഗം പ്ലേ സ്റ്റോറിൽ പോവുക, ഡൗൺലോഡ് ചെയ്യാം. കാര്യം നമ്മുടെ ആപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഡെയിലി ക്വിസസ് ഉണ്ട്. അത് സബ്ജക്റ്റ് വൈസ് ആയാലും അതുപോലെ തന്നെ ഫ്രീ ക്വിസസ് ആണ് കേട്ടോ. എക്സാം വൈസ് ആയാലും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മളൊന്ന് അനലൈസ് ചെയ്യാം, എന്നിട്ട് എവിടെ തെറ്റിപ്പോയെന്ന് നോട്ട് ചെയ്യാം, എന്നിട്ട് ഇംപ്രൂവ് ചെയ്യുക. എപ്പോഴും മേക്ക് ഷുവർ യു ഇംപ്രൂവ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഓഫ് യുവർ ലൈഫിൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം. അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിന്റ്സ്, ആർട്ടിക്കിൾസ്, മാഗസീൻസ്, ഒരു ജോബ് അലേർട്സും ഒരു നോട്ടിഫിക്കേഷൻ മിസ് ഔട്ടാണ് നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട് ബി അപ്ഡേറ്റഡ് വിത്ത് ദിസ്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അറിയാമായിരിക്കും, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Adda247 മലയാളം ചാനലാണ്. നമ്മുടെ ചാനലിൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ UPSC പ്രിപ്പറേഷൻ നോക്കുന്ന കുട്ടികളാണെങ്കിലും KS, ബാങ്കിങ്, SSC, അതുപോലെ FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ നിങ്ങളുടെ കേരള PSCയുടെ വിവിധ എക്സാംസ്, കോർട്ട് എക്സാംസ്, സുപ്രീം കോർട്ട് ആയിക്കോട്ടെ, ഹൈക്കോർട്ട് ആയിക്കോട്ടെ, ഏത് എക്സാംസിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. PYQ സെഷൻസ്, എക്സാം അനാലിസിസ്, അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് സീരീസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഓരോ സബ്ജക്ട്സിൻ്റെ സ്ട്രാറ്റജി വീഡിയോസ്, സൂം സെഷൻസ്, അതുപോലെ ഫോം ഫില്ലിങ്, നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇവിടെ കിട്ടും. വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓഫ് കോഴ്സ് എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള സെഷനാണ്. അല്ലാതെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണമെന്നൊരു ആഗ്രഹത്തോടെ വരുന്നവർക്കും ഇത് പറ്റിയ സെഷനാണ്. കാരണം രാവിലെ 8:30 മുതൽ 9:30 ഓർ 9:45 ആ ഒരു ടൈം വരെ നമ്മൾ 1.5 മണിക്കൂർ ചിലപ്പോൾ അങ്ങ് നീണ്ടുപോകും, ചിലപ്പോൾ ഡിസ്കഷനിലൂടെ സെഷൻ ആണ്. മൺഡേ ടു സാറ്റർഡേ നമ്മൾ ക്ലാസ്സിലുണ്ട്. അപ്പം ജനറൽ അവയർനെസ് ആണ് നമ്മൾ ബേസിക് ആയിട്ട് നോക്കുക അല്ലേ. ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ അറിയും, ഹിന്ദു ആയിട്ടുള്ള വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ്, വാർത്തകളെ പറ്റി അറിയാം. ജനറൽ അവയർനെസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് എബിലിറ്റി, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓൾ ഇൻ വൺ ആണിത്. ലാംഗ്വേജ് എബിലിറ്റി, നിങ്ങളുടെ വൊക്കാബുലറി നിങ്ങൾക്ക് എൻട്രി ചെയ്തെടുക്കാം, പുതിയ വാക്കുകൾ പഠിക്കാം. ആ പുതിയ വാക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒന്ന് റീബിൽഡ് ചെയ്ത് റിവൈസ് ചെയ്ത് പോകാം. അതുപോലെ തന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ എബിലിറ്റി, റീഡിങ് എബിലിറ്റി ഒരുപാട് കൂട്ടും. ഈ ഒരു ഹെൽപ്ഫുള്ളായ ഒരു സെഷനാണിത്. അതുപോലെ തന്നെ അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മറ്റുള്ളവർ മുമ്പിൽ നല്ല 2 വാക്ക് സംസാരിക്കാനൊക്കെ നിങ്ങളെ പ്രാപ്തമാക്കാൻ ഈ ഒരു സെഷനും മതി. അതുപോലെ തന്നെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത്, സീരിയസ് ആയിട്ട് എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ നോട്ട്സ് ഒക്കെ അവൈൽ ചെയ്യുക. അതുപോലെ തന്നെ ഉപയോഗിക്കുക കേട്ടോ, അതൊക്കെ ഉപയോഗിക്കുക നിങ്ങൾ. അതുപോലെ തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകാം. ഓക്കെ. അപ്പോൾ അതിപ്പോൾ UPSC ആയാലും കേരള PSC ആയാലും, അതുപോലെ KS, SSC, ബാങ്കിങ്, ഇൻഷുറൻസ് എക്സാംസ് ആയിക്കോട്ടെ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കോർട്ട് എക്സാംസ്, ഏത് എക്സാം ആണെങ്കിലും യു ആർ, ഇതാണ് നിങ്ങൾക്ക് പറ്റിയ സെഷൻ. അപ്പോൾ എൻ്റെ പേര് സെബാസ്റ്റ്യൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഉഷാറായി. 2 ആർട്ടിക്കിൾസ് വന്നിരിക്കുന്നതിൽ ഒരു ആർട്ടിക്കിൾ നമ്മുടെ ശിവസേനയിൽ ബോ ആൻഡ് ആരോ എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഉണ്ട്, അവരുടെ ഉപയോഗിക്കുന്ന സിമ്പിൾ. അതിനുവേണ്ടി അടിയാ 2 ഗ്രൂപ്പുകൾ തമ്മിൽ, എന്താണ് ഷിൻഡെ അവരും താക്കറേയും തമ്മിൽ രണ്ടും ഈ പറയുന്ന ബോ ആൻഡ് ആരോ എന്ന സിമ്പിൾ എൻ്റെയാണ്, ഞങ്ങളുടെയാണ്, അല്ലെങ്കിൽ മറ്റവർ ഞങ്ങളുടെയാണ്, ഓണർഷിപ്പിന് വേണ്ടിയിട്ട് അടിയാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ അതിലൊന്ന് ഇടപെട്ടുകയും ഈസി അതിൽ ഇടപെടുകയും എന്നിട്ട് ആ ഒരു അവരുടെ ഫൈറ്റിനൊന്ന് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ് ഇപ്പോൾ.
ആർക്കും ഇപ്പോൾ തൽക്കാലത്തേക്ക് ആരും പൊസിഷൻ എടുക്കണ്ട എന്ന മട്ടിൽ ഫ്രീസ് ചെയ്ത് വെച്ചേക്കണം. അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ, ആൻഡ് എവിടെ നിന്നാണ് ഈ ബോ ആൻഡ് ആരോയുടെ തുടക്കം എന്ന് പറഞ്ഞ് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സോ ഇറ്റ്സ് ഹൈലി പൊളിറ്റിക്കൽ, വേണമെങ്കിൽ വായിച്ചുവിടാം, സെൽഫ് റീഡബിൾ ആണ്, ബട്ട് അതിൻ്റെ വലിയ ആവശ്യമില്ല, കാരണം അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് ശിവസേനയെ പറ്റി പഠിച്ചറിഞ്ഞിരിക്കണമെങ്കിൽ യു ക്യാൻ റീഡ് ഓഫ് കോഴ്സ്, അതല്ലാതെ വൊക്കാബുലറി ഉണ്ട്, നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവന്നിട്ട് എല്ലാ വൊക്കാബുലറി ഒന്നും പോലും വിടാതെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ദെൻ അടുത്ത ആർട്ടിക്കിൾ ഈസ് അബൌട്ട് നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ എക്സാമിന് വരാറുണ്ട്. നമുക്ക് ആ ആർട്ടിക്കിൾ ഒന്ന് നോക്കാം. ഇന്നത്തെ സ്പോർട്ട് ആർട്ടിക്കിളാണ് നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് പോകുന്നു. എന്നിട്ട് നമ്മുടെ മറ്റ് വൊക്കാബുലറി, മീനിങ്സ്, ആന്റണിംസ്, സിനോണിംസ്, കൺഫ്യൂസിംഗ് വേർഡ്സ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ പഠിക്കും. എന്നിട്ട് നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് സ്പോർട്ട് ക്വസ്റ്റൻ ഹോംവർക്ക് ഇന്നലത്തെ ചെയ്യുന്നു, ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. ദാറ്റ്സ് ഹൗ വി ഗോ ഓൺ വിത്ത് അവർ സെഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, താമസിപ്പിക്കേണ്ട. ഉഷാറല്ലേ പിള്ളേരെ? ആണോ? എല്ലാവരും ഉഷാറാണ്. ഗുഡ് മോർണിംഗ് പീപ്പിൾ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹവാ മോളെ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്രേസൽ വേർബ് എന്താണ്? ഫ്രേസൽ വേർബ്. യെസ്, ഇറ്റ് ഇസ് എ ഫ്രേസൽ വേർബ്. കിക്ക് അറൗണ്ട്. കിക്ക് അറൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാം? രണ്ടർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മിനിമലായിട്ട് നമുക്ക് 4 അർത്ഥമെങ്കിലും വരും ഈ പറയുന്ന ഫ്രേസൽ വേർബുകൾക്ക്. അപ്പോൾ ഇന്നത്തെ മീനിങ് പഠിച്ചോളൂ. കിക്ക് അറൗണ്ട് എന്ന് പറഞ്ഞാൽ ലൈ അൺവാണ്ടഡ്. നമ്മൾ ഉപയോഗിക്കാതെ, അൺഎക്സ്പ്ലോർഡ് ആയിട്ട് ഉപയോഗിക്കാതെ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചുമ്മാ കിടക്കുക. കിക്ക് അറൗണ്ട്, ഇറ്റ് ഈസ് കിക്കിങ്, പീപ്പിൾ ആർ കിക്കിങ് ദിസ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവിടെ കിടക്കുവാണ്, അൺവാണ്ടഡ് ആയിട്ട് കിടക്കുവാണ്, അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പറയാം ദാറ്റ് ഈസ് കിക്കിങ് അറൗണ്ട് എന്ന് പറയാം. അൺഎക്സ്പ്ലോർഡ് ആയിട്ട്, അൺവാണ്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം. അല്ലാതെ ഇഫ് യു കിക്ക് സംബഡി അറൗണ്ട് എന്ന് പറഞ്ഞാൽ മിസ്ട്രീറ്റ് ചെയ്യുക, നമ്മൾ അവരെ എന്താണ് വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് കിക്ക് അറൗണ്ട് എന്ന് പറയാം. ഓർത്തോണേ, കിക്ക് അറൗണ്ട് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഒരു കാര്യം നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് അവിടെ കിടക്കുകയാണ്, അവിടെ വെക്കുകയാണ്, അതാണ് കിക്ക് അറൗണ്ട്. അല്ലാതെയും പറയാം മിസ്ട്രീറ്റ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ ഒരു കാര്യം കരുതുന്നു, ഒരാളെ കരുതുന്നു എങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കിക്ക് അറൗണ്ട്. 2 മീനിങ് കൊണ്ട് ഓർത്ത് വെച്ചോളാം. അടുത്ത ലിവ് അപ് ടു. ആർ യു റെഡി ടു ലിവ് അപ് ടു യുവർ ഫാദേഴ്സ്, എന്താ ലിവ് അപ് ടു ഹിം എന്നൊക്കെ പറയാം. അതായത് ലിവ് അപ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ യു ആർ ഗോയിങ് ടു ഫുൾഫിൽ സംതിങ്, എക്സ്പെക്റ്റേഷൻസ്. നമ്മൾ ലിവ് അപ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ജീവിക്കുക, ഒരു കാര്യം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയുള്ളൊരു തത്രപ്പാടാണ് നമ്മുടെ ജീവിതം മൊത്തം അല്ലേ. ഇഫ് യു ലിവ് അപ് ടു യുവർ ഫാദേഴ്സ് ഡ്രീംസ് എന്നൊക്കെ പറയില്ലേ, പേരൻസിൻ്റെ ഡ്രീംസ് ലിവ് അപ് ടു, ഐ എം ലിവിങ് അപ് ടു മൈ പേരൻസ് ഡ്രീംസ് എന്നൊക്കെ ചില കുട്ടികൾ പറയുന്നതായിട്ടുണ്ട്. സോ ലിവ് അപ് ടു എന്ന് പറഞ്ഞാൽ ഫുൾഫിൽ എക്സ്പെക്റ്റേഷൻസ്, അതിനാണ് ലിവ് അപ് ടു എന്ന് പറയാം. ഫുൾഫിൽ എക്സ്പെക്റ്റേഷൻസ്, കേട്ടോ, ഓർത്ത് വെച്ചോണം, ലിവ് അപ് ടു. അടുത്തത് ഗെറ്റ് ദ ബോൾ റോളിങ് അല്ലേ. എന്താ ഗെറ്റ് ദ ബോൾ റോളിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോൾ അങ്ങനെ ഉരുണ്ട് തന്നെ പൊക്കോട്ടെ അല്ലേ, ഞാൻ പറയാറുണ്ടല്ലേ, വണ്ടി മുന്നോട്ട് തന്നെ പോട്ടെ എന്ന് പറയില്ലേ. സോ ഗെറ്റ് ദ ബോൾ റോളിങ് എന്ന് പറഞ്ഞാൽ എടാ തട്ടി വിടുന്നേ, സ്റ്റാർട്ട് ചെയ്യുന്നേ അല്ലേ. ലെറ്റ്സ് ഗെറ്റ് ദ ബോൾ റോളിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേക്ക് എ സ്റ്റാർട്ട്, തുടങ്ങ്, എന്താ ഇത്ര താമസം, വേഗാട്ടെ അല്ലേ, ഒരു കാര്യം തുടങ്ങുക, ദാറ്റ് തുടങ്ങി വെക്കുക, ദാറ്റ് ഇസ് ഗെറ്റ് ദ ബോൾ റോളിങ്. മേക്ക് എ സ്റ്റാർട്ട്, അതിനാണ് ഗെറ്റ് ദ ബോൾ റോളിങ് എന്ന് നമ്മൾ പറയാം. ഓർത്തോണം കേട്ടോ. ഇഡിയമാണ്, ഇറ്റ്സ് എൻ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ. സെയിം സാധനമാണ് ലിവ് അപ് ടു എന്ന് പറയുമ്പോൾ ഫുൾഫിൽ എക്സ്പെക്റ്റേഷൻസ് അത് തന്നെ. ഓക്കെ, ദ മാനേജ്മെന്റ് കിക്ഡ് അറൗണ്ട് ഹിം. അങ്ങനെയല്ല, കിക്ഡ് അറൗണ്ട് ഹിം അല്ലടാ. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുക, കിക്ഡ് ഹിം അറൗണ്ട്. കേട്ടോ ഷമാസെ, ദ മാനേജ്മെന്റ് കിക്ഡ് ഹിം അറൗണ്ട് ഈവൻ ദോ ഹീസ് ഇൻജീനിയസ് പേഴ്സണൽ എന്ന് കൊടുക്കുക. അടുത്ത പുട്ട് സംതിങ് ബിഹൈൻഡ് യു. ലെറ്റ്സ് പുട്ട് ദാറ്റ് ബിഹൈൻഡ്. നമുക്കത് തൽക്കാലത്തേക്ക് അത് വിട്ട് കളയാം. സ്റ്റോപ്പ് ബീങ് അഫക്റ്റഡ് ബൈ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിനെ മൈൻഡ് ചെയ്യാതിരിക്കുക, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. സ്റ്റോപ്പ് ബീങ് അഫക്റ്റഡ് ബൈ സംതിങ്. എടാ അത് വിട്ടുകള, അത് കഴിഞ്ഞു അല്ലേ, ഇനി അതിനെപ്പറ്റി ആലോചിക്കണ്ട. ലെറ്റ്സ് പുട്ട് ദാറ്റ് ബിഹൈൻഡ്, ലെറ്റ്സ് പുട്ട് ദാറ്റ് ബിഹൈൻഡ്. അതൊക്കെ വിട്ട്, അതൊക്കെ കഴിഞ്ഞല്ലേ എന്ന് പറയില്ലേ. അതായത് ഒരു കാര്യത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ ലെറ്റ്സ് ഫൊഗെറ്റ് ദാറ്റ്, ഫൊഗെറ്റ് ചെയ്യാന്ന് പറയാം. ഇതൊക്കെ എന്ത് സിനോണിംസ് ആണ്, ഓർത്തോണം അല്ലേ. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ അത് കഴിഞ്ഞു എന്നുള്ള അർത്ഥമാണ്. പുട്ട് സംതിങ് ബിഹൈൻഡ് യു എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ കൂടി പറയാം, സ്റ്റോപ്പ് ബീങ് അഫക്റ്റഡ് ബൈ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അഫക്റ്റ് ചെയ്ത് വല്ലാണ്ട് അതിൽ നിന്ന് അഫക്റ്റ് ചെയ്യപ്പെട്ടതിൽ നിന്ന് നമ്മൾ നിർത്തുവാണ്, ആ പരിപാടി നിർത്തുവാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിനെ മറക്കുക, ഫൊഗെറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് പുട്ട് സംതിങ് ബിഹൈൻഡ് യു. ഓക്കെ, അടുത്ത് നോക്കിക്കേ, സ്ലിപ്പ് ഔട്ട്. വാട്ട് ഈസ് സ്ലിപ്പ് ഔട്ട്? സ്ലിപ്പ് ഔട്ട്, ഓ മൈ ഗോഡ്, സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് കേട്ടിട്ട്, സ്ലിപ്പ് ഓഫ് ദ ടങ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സ്ലിപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ
ബി നോൺ ഓർ സ്പോക്കൺ അൺഎക്സ്പെക്റ്റഡ്ലി. അറിയാതൊരു കാര്യം പുറത്തോട്ട് റിവീൽ ആവുകയാണ്, ഒരു സീക്രട്ട് റിവീൽ ആവുകയാണ്. അല്ലെങ്കിൽ അറിയാതൊരു കാര്യം പറയണം, കൈ വിട്ടുപോയി, ഈശ്വര, വാവിട്ട വാക്ക്, നമ്മുടെ കുളപ്പള്ളിയപ്പൻ്റെ വാവിട്ട വാക്ക്, ദാറ്റ് ഇസ് സ്ലിപ്പ് ഔട്ട്. സ്ലിപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ ബി നോൺ ഓർ സ്പോക്കൺ അൺഎക്സ്പെക്റ്റഡ്ലി. അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, അറിയാതെ പറ്റിയതാന്ന് പറയില്ലേ, അതാണ് ഈ പറഞ്ഞ സ്ലിപ്പ് ഔട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം, ദാറ്റ് ഇസ് സ്ലിപ്പ് ഔട്ട്. ഓക്കെ, അതാണ് സ്ലിപ്പ് ഔട്ട് എന്ന് പറയാം. അടുത്തത് റെലിഗേഷൻ. വൺ വേർഡ് ആണ് റെലിഗേഷൻ. റെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അസൈനിങ് ടു ആൻ ഇൻഫീരിയർ പൊസിഷൻ. നമ്മൾ റെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, റെലിഗേറ്റ് ഒരു വേർബാണ്, റെലിഗേഷൻ ഇസ് എ നൗൺ. റെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻഫീരിയർ പൊസിഷനിലോട്ടോ റാങ്കിലോട്ടോ ഒരാളെ അസൈൻ ചെയ്യാൻ. എസ്പെഷ്യലി സ്പോർട്സിലൊക്കെ നമ്മൾ കുറച്ചൊരു താഴെ ഇതിലോട്ട് നമ്മൾ ഒരാളെ പൊസിഷനിലോട്ട് അസൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ റെലിഗേഷൻ എന്ന് പറയാം. റെലിഗേറ്റ് ചെയ്യാന്നുള്ള വേർബ് ഉണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോണം അത്. ഓക്കെ, യെസ്, ഓൾ റൈറ്റ്. Let me see. He kicked around India for a few months. All right. Good morning. And never wait for an opportunity to arrive. Instead, get the ball rolling. That's great. He kicked me around while I was going to study. That's great. Many parents kick around their children. All right. Eda Regine, hi. Umme ella. Uma. Even to the karyam. That poor dog has been kicked around and abused for a long time. That's great. That's great sentence. Kerala Blasters. ബി ഗോട്ട് ദ ബോൾ. ബി ഗോട്ട് പറ്റില്ല, എന്ത് പറയണം? എടാ, ഗെറ്റ് എന്ന് പറയുന്ന വേർബ് അല്ലേ, അപ്പം നിനക്ക് കൊടുക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഗോട്ട് ദെയർ ബോൾ റോളിംഗ്. ഗോട്ട് ദെയർ ബോൾ റോളിംഗ് ഓർ ഗോട്ട് ദ ബോൾ റോളിംഗ് ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് വിത്ത് ഹ്യൂജ് വിൻ എന്ന് കൊടുക്കാം. ബി വേണ്ട, അവിടെ വെറും ഗോട്ട് മതി. ബി അങ്ങ് കട്ട് ചെയ്തോളാം. The movie failed to live up to all the hype. All right, that's great. Put the distractions behind you while you study. That's great. Let's put it behind us. We have many other serious issues to deal with. That is great. അതെ, വേണ്ട, നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടല്ലേ. The prodigal son never lived up to the expectation of his parents. Yes. മുടിയനായ പുത്രൻ എന്ന് പറയില്ലേ, ധൂർത്തപുത്രൻ. Raj found it difficult to get the ball rolling for the interview. That's great. Hi, Arya, good morning. Yes, inefficient employees should be kicked around so that the management will be able to live up to the expectations. That is great. Slip out, let the cat out of the bag. Yes, let the cat out of the bag. Yes, അത് തന്നെ, നമ്മൾ അറിയാതെ ഒരു കാര്യം സീക്രട്ട് റിവീൽ ചെയ്യുന്നതിന് പറയുന്ന കാര്യം സെയിം. ആ ഇഡിയവും ഇതും സിനോണിമസ് ആണ്. യെസ് ദാസ്, യെസ്. സഫീറ, ഗുഡ് മോർണിംഗ്. യു ആർ ഫ്രീ അൺടിൽ യു ആർ ഫ്രീ അൺടിൽ ദെൻ. അൺടിൽ ദെൻ, അൺടിൽ കഴിഞ്ഞിട്ട് പിന്നെ ദെന്നിൻ്റെ ആവശ്യമില്ലടാ. ദെൻ എന്ന് പറയുന്ന അഡ്വേർബാണ്. അൺടിൽ എന്ന് പറയുന്നത് നമ്മളിവിടെ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിച്ചു, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ദെൻ, സോ നൗ യു ആൻഡ് യോർ, പിന്നെ അവിടെ വേണ്ട, ദെൻ അവിടെ വേണ്ട. സോ യു ആർ ഫ്രീ അൺടിൽ എന്ത്, അൺടിൽ എപ്പോൾ, അൺടിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നാണ്. അപ്പോൾ ഇതുവരെ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അവിടെ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം, ഒരു ടൈം ഫ്രേസ് കൊടുക്കണ്ടേ. അൺടിൽ എത്ര, അൺടിൽ യു ആർ വാട്ട്, അൺടിൽ യു ആർ ഡൂയിങ് വാട്ട്, യു ആർ ഫ്രീ അൺടിൽ ദെൻ. ഓ, അങ്ങനെ, യു ആർ ഫ്രീ അൺടിൽ ദെൻ. സോ പിന്നെ ആവശ്യം എന്താ അതിന്, സോയുടെ ആവശ്യമില്ലല്ലോ. പിന്നെ സോ നൗ, അതിൻ്റെ ഒരു മീനിങ് തെറ്റാട്ടോ. യു പീപ്പിൾ ആർ ഗോയിങ് ടു ഗെറ്റ് ദ ബോൾ റോളിംഗ്. അതെ അതെ, എൻ്റെ ദാസേ, റെജിൻ അങ്ങനെയാ. റെജിൻ്റെ മലയാളമൊക്കെ ഒരു രസമാണ്. ഉമയ്ക്കൊരു എം കൂടിപ്പോയി, അത് കൊള്ളാം. ബി അവെയർ വെൻ യു ടോക്ക് ടു യുവർ അലൈസ്. ഡോണ്ട് സ്ലിപ്പ് ഔട്ട് യുവർ സീക്രറ്റ്സ് ആസ് ഇറ്റ് വിൽ പെർനീൽ യു ഫോർ യു. യെസ് യെസ്. അയ്യോ, ഞാൻ നോക്കിയില്ലായിരുന്നു, ഞാൻ നോക്കിത്തരാം. ഓക്കെ, ഞാൻ നോക്കിത്തരാം. ഓക്കെ, യെസ്, പറഞ്ഞുതരാം കേട്ടോ പിള്ളേരെ. നമ്മളെ കഴിഞ്ഞിട്ടില്ല, ഒന്ന് ഓർത്തോണം, നമ്മൾ കഴിഞ്ഞിട്ടില്ല. എനിക്കൊന്ന് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എങ്ങാണ്ടാണെന്നല്ലേ. സോ വോക്കലൈസേഷൻ ഇത് പ്രോജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും. സബ്വോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സൈലൻ്റ് ആയിട്ട് വായിക്കില്ലേ. ഒച്ച കുറച്ച് വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒച്ച കുറച്ച് വായിക്കില്ലേ, നമ്മൾ ഒച്ചയിൽ വായിക്കാതെ ഒച്ച കുറച്ച് വായിക്കില്ലേ. അപ്പം നമ്മൾ വായിക്കുമ്പം ചെറിയൊരു ഒച്ച വരും. നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു നേരിയ രീതിയിലൊരു സ്ലൈറ്റ് ആയിട്ടുള്ള വോയിസ് വരില്ലേ, ആ വോയിസ് വരുന്നു. വി വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നു, പക്കാ പ്രൊനൗൺസിയേഷനും വന്ന് വൃത്തിയായിട്ട് അതിനെ ഒരു കാര്യത്തിന് വളരെ ക്ലാരിറ്റിയോടെ ഒരു കാര്യം പറയുന്നു. വെൻ യു റീഡ്, ഓൺലി റീഡിങ്ങിൻ്റെ സമയത്ത് അതിനെയാണ് സബ് വോക്കലൈസേഷൻ എന്ന് പറയാം കേട്ടോ ആര്യ. ഇറ്റ്സ് ടൈം ടു പുട്ട് അവർ പാസ്റ്റ് ഡിഫറൻസസ് ബിഹൈൻഡ് അസ് ആൻഡ് മൂവ് ഓൺ. യെസ്, ദേ കിക്ക്ഡ് ഹിം അറൗണ്ട് ബൈ ദിസ് റെലിഗേഷൻ. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഗൂഗിളിനെ കൊണ്ട് തോറ്റു അല്ലേ. Instead of getting sacked, he got away with the relegation. Okay, slipped out. Uma's name. അത് കൊള്ളാം.
I stopped my mother when she slips out my weakness to them. All right. I stopped my, when she slips out അല്ലടാ, I stopped my mother, past tense ആയതുകൊണ്ട് when she slipped out കൊടുക്കണം. past tense തന്നെ കൊടുക്കാം കേട്ടോ ശരത്തെ. The officer never meant to spill the beans, but it slipped out from his tongue. That's great. Due to his ardent behavior, police officer relegated from his official rank. Police officer relegated. അങ്ങേർക്ക് റാങ്കിൽ നിന്ന് താഴ്ത്തപ്പെട്ടെങ്കിൽ എം എൽ ഇങ്ങനെ കൊടുക്കണം. Due to his ardent behavior, the police officer was relegated. അവിടെ പാസീവ്, കാരണം ആരോ പുള്ളിയെ റാങ്കിങ് ഹയർ ഒഫീഷ്യൽ പുള്ളി റാങ്കിങ് താഴ്ത്തിയെന്നല്ലേ, അപ്പം അങ്ങനെ കൊടുക്കാം. The police officer was relegated from his official rank കേട്ടോ. യെസ്, മൈൻഡ് റീഡിങ്. യെസ് അത് തന്നെ. FCA പെയ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ? എങ്ങനെയാണ് ജോയിൻ ചെയ്യുക? FCA പെയ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അർച്ചന. ജോയിൻ ചെയ്യാൻ ഇത്രേ ഉള്ളൂ. നമ്മുടെ ആപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമ്മുടെ പക്ക ക്ലാസ്സിൽ കിട്ടും, FCI എന്നുള്ള ക്ലാസ്സിൽ കിട്ടും. അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരെ ജോയിൻ ചെയ്യുക. അപ്പം കൂപ്പൺ കോഡ് ചോദിക്കും. അപ്പോൾ കൂപ്പൺ കോഡ് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? Y314 എന്ന കോഡ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറി നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സംഭവം സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി. ഞാനിപ്പോൾ തരാം. ഞാൻ വേണമെങ്കിൽ ലിങ്ക് അയച്ചു തരാം, നേരെ പർച്ചേസ് ചെയ്യാനുള്ള. ആപ്പിലോട്ട് നമ്മളെ റീഡയറക്റ്റ് ചെയ്തോളൂ. ഓക്കെ, യെസ്. ഇപ്പം ഞാനിവിടെ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നേരെ ആപ്പിൽ കയറിയാലും നമ്മുടെ ആപ്പിൽ കയറിയിട്ട് വീഡിയോ കോഴ്സസ് എടുത്താൽ മതി. വീഡിയോ കോഴ്സ് കയറിയാൽ കിട്ടും കൃത്യമായിട്ട് കേട്ടോ. ലിങ്കിൽ കയറിയാൽ മതി. അപ്പോൾ കയറിയിട്ട് അർച്ചന എന്നിട്ട് വേഗം കയറിക്കോളൂ. കാരണം റെക്കോർഡ് വേർഷൻസ് അവൈലബിൾ ആ ക്ലാസ്സിൻ്റെ. ആ റെക്കോർഡ് ക്ലാസ്സിലും കാണുക. അത് കഴിഞ്ഞിട്ട് വേണം മറ്റ് ലൈവ് ക്ലാസ്സുകളോട്ട് വരാൻ കേട്ടോ. ഓക്കെ, യെസ്. റീഡിംഗ് സ്പീഡ് കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് സപ്പോർക്കലൈസേഷൻ. യെസ് ഉറപ്പായിട്ടും. യെസ് ദിവ്യ, ഗുഡ് മോർണിംഗ്. യെസ്, senior officer got relegated due to his misbehavior towards employees. That's great. KK Shailaja teacher slipped out about Jalil. ഇയാളെ നമ്മളെ കുഴപ്പിക്കും. Yes. The court decided to sentence the convict to prison since he slipped out the truth. That's great. My sister slipped out all my secrets to my friends. എന്താ ചെയ്യാല്ലേ? Sanju Samson lives up to the expectation by making an unbroken 73 runs partnership with Shreyas Iyer, which was crucial in the victory of India against South Africa. Great. It's my prestige issue to relegation in the firm. To relegation issue to relegate. അവിടെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. നോട്ട് ടു റിലിഗേറ്റ് അല്ലേടാ, നോട്ട് ടു റിലിഗേറ്റ് ഇൻ ദ ഫേം. ഫേമിൽ ഇൻഫീരിയർ പൊസിഷനിലോട്ട് പോകാതിരിക്കുക എന്നല്ല നിന്റെ യൂസേജ് വരിക ശരത്തെ. അതല്ലേ വരണ്ടേ കോണ്ടെക്സ്റ്റുവലി അല്ലേ? അതാണെന്ന് എനിക്ക് തോന്നുന്നു. നോട്ട് ടു റെലിഗേറ്റ് ഇൻ ദ ഫേം. റെലിഗേഷൻ ടു റെലിഗേഷൻ അല്ല, ടു റെലിഗേറ്റ് വരണം. വെർബാണെങ്കിൽ 2+V1 അല്ലേ, അങ്ങനെ കൊടുക്കാം. സോ റിമെമ്പർ, കിക്ക് അറൗണ്ട്, ലിവ് അപ് ടു, ഗെറ്റ് ദ ബോൾ റോളിംഗ്, പുട്ട് സംതിങ് ബിഹൈൻഡ് യു, സ്ലിപ്പ് ഔട്ട്, റെലിഗേഷൻ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. തീർന്നിട്ടില്ല. ഫേസ് ഓഫ് നിങ്ങൾ ഗെയിംസിൽ എന്താ പറയുക, നമ്മുടെ സ്പോർട്സിൽ എപ്പോഴും കേൾക്കുന്നുണ്ടാവും ഫേസ് ഓഫ്. സോ ഫേസ് ഓഫ് എന്ന് പറഞ്ഞൊരു ഫ്രേസൽ വേർബ് കൂടിയാണ്, അല്ലാതെ നൗണുണ്ട്. ഫേസ് ഓഫ് എന്ന് പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യുക ഓർ ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. തമ്മിൽ പരസ്പരം രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് വഴക്കൂടുക ഓർ കോമ്പീറ്റ് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക. അതിന് നമുക്ക് പറയാം ഫേസ് ഓഫ് എന്ന് പറയാം. തമ്മിലുള്ള മത്സരിക്കുക അതിനെയാണ് ഫേസ് ഓഫ് ചെയ്യുക എന്ന് പറയാം. ഫ്രേസൽ വേർബാണ്, ഓർത്തോണം. അടുത്ത സ്ലഗ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഡിഫിക്കൽട്ട് ഗെയിം ഓർ കോമ്പറ്റീഷൻ. ഇറ്റ്സ് എ സ്ലഗ് ഫെസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ഗെയിം ഓർ കോമ്പറ്റീഷൻ. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് അറിയില്ലാത്തൊരു ഡിഫിക്കൽട്ട് ഗെയിമോ കോമ്പറ്റീഷനോ തമ്മിൽ മത്സരമാണെങ്കിൽ യു കെൻ സേ ദാറ്റ് ഇസ് എ സ്ലഗ് ഫെസ്റ്റ് എന്ന് പറയാം. ഇൻഫോർമൽ യൂസേജ് ആണ് കേട്ടോ. ആൻഡ് പെഗിങ് ഓർഡർ ഇതുപോലെ തന്നെ ഇൻഫോർമൽ യൂസേജ് ആണ്. നമ്മൾ പറയാറുണ്ട് പെഗിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഓർഡർ ഓഫ് പവർ ആണ്. ഹൈറാർക്കി ഉണ്ടല്ലോ, ഓർഡർ ഓഫ് പവർ ഓർ ഹൈറാർക്കി വിത്തിൻ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ള ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള, ഒഫീഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പിംഗ് അല്ല, പവർ ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഇൻഒഫീഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ചില്ലേ, അൺഒഫീഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം, അതിനെയാണ് നമ്മൾ പറയുന്നത് പെക്കിംഗ് ഓർഡർ എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ഗോ ഓൺ. ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് നമ്മുടെ പറയുന്നതായിട്ടല്ലേ, ഷോ മസ്റ്റ് ഗോ ഓൺ. അപ്പോൾ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാം, മുന്നോട്ടങ്ങ് പോട്ടെ, സംഭവം പോട്ടെ അല്ലേ. ഗോ ഓൺ എന്ന് പറഞ്ഞ് കണ്ടിന്യൂ എന്നർത്ഥമാണ്. ആൻഡ് ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. ഒരു കല്ലും തിരിച്ചു വെക്കാതിരിക്കരുത്. ദാറ്റ് മീൻസ് ഡു എവറിത്തിങ് പോസിബിൾ ടു സോൾവ് എ പ്രോബ്ലം. നമുക്കൊരു സംഭവം സോൾവ് ചെയ്യാനുണ്ട്, നമുക്കൊരു കാര്യം നടത്തിയെടുക്കാനുണ്ട് എങ്കിൽ ലീവ് നോ സ്റ്റോൺ അൺടേൺ എന്ന് പറഞ്ഞാൽ ഡു എവറിത്തിങ് പോസിബിൾ. പറ്റുന്ന എല്ലാം ചെയ്തോളൂ, എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്യല്ലേ. പഠിച്ച പണി 18 നോക്കുക എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ പറയാം.
യെസ് ഓക്കെ ഇറ്റ്സ് പറഞ്ഞു ദിവ്യ എഡിറ്റോറിയൽ സെഷൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഓർത്തായിരുന്നു. യെസ് ഐ എം സോറി ഇറ്റ് സ്ലിപ്ഡ് ഔട്ട് ഫ്രം മൈ മൗത്ത്. ഗ്രേറ്റ്. യെസ് Uma lived up to her dreams by putting society behind her. That is great. Divya has been labelled as Mavali 2 in editorial. ഹരിയും ദിവ്യാണല്ലേ ഇപ്പം മാവേലി 2-ലോട്ട് വന്നേക്കുന്നത് അല്ലേ? എനിക്ക് തോന്നിയായിരുന്നു. Just get the ball rolling. Something useful for future officially. Similar mindset people must come to maintain it. All right. Yes. Face off and stand off same meaning ആണോ? stand off ഹോൾഡ് ചെയ്യുക എന്നുള്ള അർത്ഥമല്ലേ? സ്റ്റാൻഡ് ഓഫിൻ്റെ മീനിങ്ങും ഫേസ് ഓഫ് രണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ആണെന്നാണ് സിലിയൻ. ഞാനൊന്ന് നോക്കി പറയാം കേട്ടോ. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ഒന്ന് നോക്കട്ടെ. അല്ല, സ്റ്റാൻഡ് ഓഫ് ഡിഫറെൻറ്റാണ്. സ്റ്റാൻഡ് ഓഫ് എന്ന ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? മൂവ് ഓർ കീപ്പ് എവേ ആണ്. മനസ്സിലായോ? നമ്മൾ കുറച്ച് മാറി നിൽക്കുക എന്നുള്ള അർത്ഥം സ്റ്റാൻഡ് ഓഫ്. ഫേസ് ഓഫ് രണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയില്ലേ, ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ആളെ പിരിച്ചുവിടുക കുറച്ച് കാലത്തേക്ക്, ടെമ്പററി ആകാം. അല്ലെങ്കിൽ സ്റ്റാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജോലി ഇല്ല, നമുക്ക് ജോലി ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും എടുക്കണോ, നമ്മുടെ കമ്പനിയിൽ ഒരു ക്രൈസിസ് ഒക്കെ വരുമ്പോൾ താൽക്കാലികമായിട്ട് പിരിച്ചുവിടുക, ഓർ ടെമ്പററി പെർമനൻ്റ് ആയിട്ട് പിരിച്ചുവിടുക. അതിന് നമുക്ക് സ്റ്റാൻഡ് ഓഫ് എന്ന് പറയാം. അപ്പോൾ 2 മീനിങ് ഉണ്ട്. ഓക്കെ, യെസ്, അതിനേം പറയാം. പിന്നെ സ്റ്റാൻഡ് ഓഫിന് വേറൊരു കാര്യമുണ്ട്. നീ ഉദ്ദേശിച്ച സ്റ്റാൻഡ് ഓഫ് ഞാൻ പറയാം. ഇതാണ് 1 വേർഡ് സ്റ്റാൻഡ് ഓഫ് ആണ്. അതായത് സ്റ്റാൻഡ് ഓഫ് നിൽക്കുക എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഇത് പറയില്ലേടാ, നമ്മുടെ ഇംപാസെ, അവിടെ നിന്നു അങ്ങോട്ടേക്ക്, പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ല, സമനിലയിൽ എത്താണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ രണ്ടിടത്തും വിൻ ചെയ്തിട്ടില്ല, അങ്ങനെ അവസ്ഥ. നൈദർ സൈഡ് ഹാസ് വൺ എ കോമ്പറ്റീഷൻ ഓർ ആൻ ആർഗ്യുമെൻറ്റ്, ഒരർത്ഥം. അതിനെയാണ് നമുക്ക് പറയാം സ്റ്റാൻഡ് ഓഫ്. 1 വേർഡ്. അതാണ് നീ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അതായിരിക്കാം. യെസ്. ലിവ് അപ് ടു എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമോ? പറയാം. ലിവ് അപ് ടു എക്സ്പെക്ടേഷൻസും പറയാം. ശരിക്കും പറഞ്ഞാൽ ഫുൾഫിൽ ചെയ്യുന്ന അതിൻ്റെ അർത്ഥമുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം ഫുൾഫിൽ ചെയ്യുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നല്ലേ, ആ അർത്ഥമാണ് കേട്ടോ. പിന്നെ ഐ വുഡ് സൈൻ അപ്പ് ടു ദാറ്റ് ടൂർണമെൻറ്റ് ഇഫ് ഐ വു യു. ഇറ്റ്സ് എ സ്ലഗ് ഫെസ്റ്റ് ഔട്ട് ദെയർ. ഒറ്റ വാക്കാണ് സിലിയൻ. സ്ലഗ് ഫെസ്റ്റ് ഇസ് എ 1 വേർഡ് കേട്ടോ, ഒറ്റ വാക്ക്. ദ 2 armies ആർ ലോക്ക്ഡ് ഇൻ എ ഫേസ് ഓഫ്. ഓക്കെ, അത് കുഴപ്പമില്ല. UFSC is a slugfest, okay? UPSC, CSC is a slugfest, okay? Nowadays, there is a phase off between, phase of ഒറ്റ വാക്ക് കൊടുക്കണേ MLA, noun ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ it must be hyphenated word. Phase off between many countries in the world to explore resources. Yes, competing with neighbors is one a slugfest? ഇല്ല. ഐശ്വര്യ, competing with neighbors is a slugfest മതി. 1 അവിടെ വേണ്ട കേട്ടോ. Need I remind you that you are far below me in the pecking order? Oh, can you face off against me? Then come on, if you have the spy. എടാ, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കടാ. ക്യാൻ യു ഫേസ് ഓഫ് അഗൻസ്റ്റ് മീ? ക്വസ്റ്റ്യൻ മാർക്ക് എന്ത് കൊടുക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ശരത്തെ, വി ഷുഡ് ലീവ് നോ സ്റ്റോൺ അൺടേൺ ടു ക്രാക്ക് ദി എക്സാം. യെസ്, ഈവൻ ദോ ദ ഗെയിം വാസ് സ്ലഗ്ഫെസ്റ്റ് 1. സ്ലഗ്ഫെസ്റ്റ് 1 വേണ്ട. സ്ലഗ്ഫെസ്റ്റ് ഇസ് ഓൾറെഡി നൗൺ. അവിടെ 1ന്റെ ആവശ്യമില്ല അമ്മു. ഈവൻ ദോ ദ ഗെയിം വാസ് സ്ലഗ്ഫെസ്റ്റ്, കോമ ഐ എന്തിനാ? I and he. ഞാനും അവനും ട്രൈഡ് അല്ലേ? I and he അല്ല, he and I tried a lot. he and I പോസിറ്റീവ് കാര്യമാണെങ്കിൽ ഞാനും അവനും ഞാനുമാണ് കേട്ടോ. റൂളുണ്ട്, ശ്രദ്ധിച്ചോണം അമ്മു. ദ സീനിയേഴ്സ് ആൻഡ് ജൂനിയേഴ്സ് ഫ്രം ദ കോളേജ് ഫേസ് ഓഫ് ഡ്യൂറിംഗ് ആർട്സ് ഫെസ്റ്റ്. ഓക്കെ, ഇറ്റ് വാസ് slugfest for Harshal Patel against Western Australia on yesterday. No, Ebene on yesterday അല്ല, വെറും yesterday കേട്ടോ. കാര്യം എന്താ അറിയോ, yesterday is an adverb. adverbിന് മുമ്പിൽ ഒരിക്കലും preposition നമ്മൾ ഉപയോഗിക്കത്തില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണം. ഇറ്റ് വാസ് slugfest for Harshal Patel against Western Australia. A capital letter കൊടുക്കണേ. Deprive of her difficulty, she deprive of her അല്ല, deprived of MJ, deprived of her difficulties, comma, she go on അല്ല, she goes on. She subject is singular, but verb is singular കൊടുക്കുക. She goes on with her work. In order to acquire his childhood fantasy of becoming civil servant, he left no stone unturned. Great. The slugfest between fans association of superstars reaches new lows day by day. Yes, let's go on. Yeah, I have lost my family recently, but I realized that life must go on. Yes, pecking order changes every now and then, but it still seems to work. That's great. Ostensibly, the court is now a battleground where മാറിപ്പോയല്ലോ, എനിക്ക് തോന്നുന്നു ഗൂഗിളിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു. ഓട്ടോ കറക്റ്റ് ആയിരിക്കും. WHERE വേറും ഈ വേറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ. വെർ മെമ്പേഴ്സ് ഫേസ് ഓഫ് വിത്ത് ദർ ക്രൂ മേറ്റ്സ്. ഓൾ റൈറ്റ്. ദ പ്രീവിയസ് കഴിഞ്ഞിട്ട് ഹൈഫൻ വേണ്ടടാ. പ്രീവിയസ് ഇയർ ഫുട്ബോൾ മാച്ച് ഹൈഫൻ വേണ്ട. ഹൈഫൻ അല്ല, എന്താണ്, ഓ ഗോഡ്
ഇൻവേർട്ടഡ് വേണ്ട, കോമ വേണ്ട കേട്ടോ. മാച്ച് ബിറ്റ്വീൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് സ്ലഗ്ഫെസ്റ്റ്. ഫുട്ബോൾ മാച്ച് അല്ലേ, അപ്പോൾ വേർ സ്ലഗ്ഫെസ്റ്റ് അല്ലടാ, എന്താണ് വാസ് കൊടുക്കണം. കാര്യം വെച്ചാൽ ആ മാച്ചിനെ പറ്റി പറഞ്ഞാൽ സിംഗുലറാണ് സബ്ജക്റ്റ്, സിംഗുലറാണ് സബ്ജക്റ്റെങ്കിൽ വേറല്ല വാസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇമിലെ ശ്രദ്ധിക്കണം, രണ്ട് പേര് തമ്മിലുള്ള മാച്ച് എന്നാണ് പറയുന്നത്. ബിറ്റ്വീൻ കഴിഞ്ഞിട്ട് വരുന്നത് ബിറ്റ്വീൻ്റെ ഒബ്ജക്റ്റുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി. എമിലെ ഒന്ന് ശ്രദ്ധിക്കണേ. ലൈഫ് ഗോസ് ഓൺ ആസ് ഇറ്റ് നെവർ എൻഡ്സ്, ഐസ് ഓഫ് സ്റ്റോൺ ഒബ്സർവ് ദ ട്രെൻഡ്സ്, ഗ്രേറ്റ്. ലീവ് നോ സ്റ്റോൺ അൺടച്ച്ഡ്. കീൻ ഒബ്സർവേഷൻ എന്ന് പറയാമോ? കീൻ ഒബ്സർവേഷൻ എന്ന് പറയില്ല. പഠിച്ച പണി 18 നോക്കാന്നൊക്കെ നമ്മൾ പറയില്ല. അത് അല്ലേ, എത്ര പണി വിട്ട് ഞാൻ നേടിയെടുത്തിരിക്കും, അതിനെയാണ് നമ്മൾ പറയാം. കീൻ ഒബ്സർവേഷൻ അല്ല കേട്ടോ ഐശ്വര്യ. ദ അപ്കമിംഗ് ടൂർണമെന്റ് ഈസ് എ സ്ലഗ്ഫെസ്റ്റ്. ദ ടീംസ് മസ്റ്റ് ഫേസ് ഓഫ് ഈച്ച് അതർ ടു ലീവ് ഓൾ ദ സ്റ്റോൺസ് അൺടച്ച്ഡ്, ഗ്രേറ്റ്. പീപ്പിൾ 60+ ആൾക്കാർ ലൈവിലുണ്ട്. വാട്ട് ആർ യു ഡൂയിങ്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ, അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരണോ? നോക്കി കണ്ടൊന്ന് ചെയ്യണം അല്ലേ? യെസ്, നോക്കട്ടെ. യാ, leave no stone unturned until you cast the goal. ഓക്കെ, ക്യാച്ച് ദ ഗോൾ അല്ല ആദ്യം നമ്മൾ അതിന് പറയുന്നത് അറിയോ? റീച്ച് ദ ഗോൾ എന്നാ പറയാം. ഗോളിൽ എത്തിച്ചേരുന്നവരെ എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇറ്റ്സ് എ സ്ലഗ്ഫെസ്റ്റ് തിങ്സ് ടു അതർ കൺട്രീസ് ടു പ്ലേ വിത്ത് USA in any manner. ഇറ്റ്സ് എ സ്ലഗ്ഫെസ്റ്റ് മതി, തിങ്സ് വേണ്ടടാ. ഇറ്റ് ഇസ് എ സ്ലഗ്ഫെസ്റ്റ് തിങ് എന്ന് പറഞ്ഞു, തിങ്ങെന്നേ പറയുള്ളൂ. പറയുവാണെങ്കിൽ തിങ്ങെന്നേ പറയുള്ളൂ. കാര്യം എ കൊടുത്തിട്ടുണ്ടെങ്കിൽ എയുടെ കൂടെ സിംഗുലർ നൗൺ അല്ലേ കൊടുക്കുക. പിന്നെ തിങ്സിൻ്റെ ആവശ്യമില്ല, ഇറ്റ് ഈസ് എ സ്ലഗ്ഫെസ്റ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായി. ലീവ് നോ സ്റ്റോൺ അൺടേൺ മൈ കോംറേഡ്സ്, a crimson morning is not far away. Great. The face off between Sachin and Sohaib Akhtar in 2003 World Cup was a heartbreaking moment for all the fans of them. Yes. In India, bureaucrats are under the ministers in pecking order. Yes. Pecking order is the ultimate authority of superintendent of police. Yes. The argument led to a slugfest which eventually witnessed peace by sticking on to the notion that the chairman is the pecking order. Chairman ആണ് pecking order എന്ന് പറയണ്ട. Chairman decides the pecking order എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാര്യം അവിടെ ഒരു ഹൈറാർക്കിയെ പറ്റിയല്ലേ പറയുന്നത്. കേട്ടോ ഉമ, മീനിങ് മനസ്സിലായോ? കോണ്ടെക്സ്റ്റുവൽ മീനിങ് തെറ്റി. You only have 2 choices. Either face it off or kill your confidence. That's great. Cillian Murphy, show me the meaning of being low. അടിപൊളി. ഹായ് രേഷ്മ, ഗുഡ് മോർണിംഗ്. യെസ്, അതാണ് പേര് വന്നതെന്നല്ലേ? കൊള്ളാം, അതാണ്. യെസ്, അപ്പോൾ നമുക്ക് അതാണ് സീലിയൻ്റെ പേര്. ഓക്കെ, മൂവിങ് ഓൺ പീപ്പിൾ. അപ്പോൾ മറക്കണ്ട, ഫേസ് ഓഫ് സ്ലഗ്ഫെസ്റ്റ് പെക്കിംഗ് ഓർഡർ, ഗോ ഓൺ, ലീവ് നോ സ്റ്റോൺ അൺടേൺ. ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ നമുക്ക് കോഴ്സുകൾക്കൊക്കെ 17% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ട്, സീരിയസ് ആയിട്ട് ഒരു കോമ്പറ്റീവ് എക്സാമിന് അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് പ്ലാറ്റ്ഫോം ഫോർ യു പീപ്പിൾ. നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ ഇത് മാത്രം പോരാ. കോഴ്സ് എടുക്കുക, വെറുതെ എടുക്കുക, അതല്ല. കോഴ്സ് എടുക്കുക, പഠിക്കുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ. സോ കോഡ് അറിയാലോ, ഡിസ്കൗണ്ടിന് യു ക്യാൻ യൂസ് മൈ കോഡ് Y314, Y314 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ 2nd ഗ്രേഡ് പോസ്റ്റും 3rd ഗ്രേഡ് പോസ്റ്റും വിളിച്ചിട്ടുണ്ട്. നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, 5000+ ഓപ്പർച്യൂണിറ്റീസ്. ഇത്തവണ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൽ ചാകര ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുക. 2022 രൂപയെ നമ്മുടെ കോഴ്സിൽ വരുന്നുള്ളൂ ആഫ്റ്റർ ഡിസ്കൗണ്ട് കേട്ടോ. അപ്പോൾ ഫോർ ദ ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് Y314 എന്ന കോഡ് ഉപയോഗിച്ച് കൊടുക്കുക കേട്ടോ. ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 28-ാം തീയതി സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്, ലൈവ് വിട്ടുപോയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ SBI ക്ലർക്കിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഉഷാറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെപ്റ്റംബർ 30-ാം തീയതി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2159 രൂപയാണ് കോഴ്സ് ഫീ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാൻ, മുന്നോട്ട് പോകാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വൊക്കാബുലറി വേർഡ് നോക്കാം. കമൻസ് ചെയ്യുക, കമൻസ് ചെയ്യുക. എന്താ കമൻസ്? കേട്ടിട്ടുണ്ടായിരിക്കും. കമൻസ്മെൻറ്റ് നൗണാണ്. കമൻസ് ചെയ്യുക, ബിഗിൻ ചെയ്യുക, സ്റ്റാർട്ട് ഓഫ്, ഗെറ്റ് ഗോയിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. കമൻസ്, ദ മീറ്റിംഗ് വിൽ ബി കമൻസ് സൂൺ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മീറ്റിംഗ് ഉടനെ ആരംഭിക്കുന്നതാണ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ കമൻസ് എന്ന വേർബിൻ്റെ അർത്ഥം സ്റ്റാർട്ട് ചെയ്യുക, ബിഗിൻ ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ഫോർമൽ വേർഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് എ ഫോർമൽ വേർഡ്. യെസ്, ഇറ്റ് ഇസ് എ ഫോർമൽ വേർഡ്. അടുത്ത ലിറ്റർ. ഡോൺ ലിറ്റർ ഇൻ ദി പ്രിമൈസസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഡോൺ ലിറ്റർ ഇൻ ദി പ്രിമൈസസ്, ഇത് ലിറ്റർ ആണ്. മറ്റൊരു ലിറ്റർ ഉണ്ടല്ലോ, മാറിപ്പോതൊരു ലിറ്റർ ഓർത്തോണം, LITRE ലിറ്റർ. ഈ ലിറ്റർ ഈസ് നോട്ട് ലിറ്റർ, ഇറ്റ്സ് ലീറ്റർ. നമ്മുടെ മെഷറിംഗ് ഇതിൽ യൂണിറ്റ് ആണ്, ലീറ്റർ. 1 liter ഓഫ് വാട്ടർ, ലീറ്റർ ആണ്. മറ്റത് ഇത് ലിറ്റർ ആണ്, LITTER, ലിറ്റർ ആണ്.
ഈ ലിറ്ററിന് നൗണും വേർബ് ഫോർമുലേഷനും ഉണ്ട്. മറ്റേത് പക്ക നൗൺ ഫോർമുലേഷൻ ഓഫ് മെഷർമെൻ്റ് ആണ്. ഇത് ലിറ്റർ എന്ന് പറഞ്ഞാൽ റിഫ്യൂസ്. എന്താ റിഫ്യൂസ്? റിഫ്യൂസ് എന്ന് നൗണാണ് കേട്ടോ. റിഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് റിഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് എന്ന ട്രാഷ് വേസ്റ്റ് എന്ന അർത്ഥമില്ലേ, അതാണ് റിഫ്യൂസ്. സെയിം സാധനം വേസ്റ്റ്. വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡോണ്ട് ലിറ്റർ ഹിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെസ്സപ്പ് ആക്കല്ലേ, ഡോണ്ട് ട്രാഷ് ഹിയർ, ഇവിടെ മൊത്തം കുളം ആക്കരുത് അല്ലേ, ഇവിടെ മൊത്തം ചപ്പും ചവറ് വാരി വിതറിയിടരുത് എന്നൊക്കെ ക്യാമ്പസുകളിൽ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബിൽഡിങ്ങിലൊക്കെ പോയാൽ ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്നൊക്കെ എഴുതിയിട്ടില്ലേ, ആൻഡ് ഡോണ്ട് ലിറ്റർ എന്നൊക്കെ എഴുതിയിട്ടില്ലേ, ആ സാധനം ഓർത്തോണം. അടുത്ത സ്റ്റിഫ്ലിംഗ്, അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് സ്റ്റിഫ്ലിംഗ് എന്ന് പറഞ്ഞാൽ. സ്റ്റിഫ്ലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ ചോക്ക് ചെയ്യുന്ന, നമ്മളിങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന എന്നർത്ഥമാണ്. സഫക്കേറ്റിംഗ്, ചോക്കിംഗ്, സപ്രസിങ്, നമ്മൾ അടിച്ച് താഴ്ത്തുന്ന ഒരു അവസ്ഥയാണ്. അതിന് നമുക്ക് പറയാം നമ്മുടെ സ്റ്റിഫ്ലിംഗ് എന്ന് പറയാം. ഓക്കെ, ഒന്ന് ഓർത്തോണം കേട്ടോ. റെസ്ട്രിക്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ വല്ലാണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം എന്ന് ആണ് ഇതിൻ്റെ അർത്ഥം. റെസ്ട്രിക്റ്റിംഗ്, സപ്രസിങ് എന്നൊക്കെ അർത്ഥമാണ് സ്റ്റിഫ്ലിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്തത് വിതോൾഡിയ. വിതോൾഡിയ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക പറയില്ലേ, റിഫ്യൂസ് ടു ഗിവ്, പിടിച്ചു വെക്കുകയാണ്, തരില്ല, തരില്ലടാ, തരില്ല എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ ഹോൾഡ് ബാക്ക് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, കൺസീൽ ചെയ്യുക, ഹൈഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് വിതോൾഡിയ. വിതോൾഡിയ ആരെങ്കിലും ഒരു ആളെ വിതോൾഡിയ എന്ന് പറയാം, ഒരു വസ്തു വിതോൾഡിയ പറയാം, എന്തും ആകാം. വിതോൾഡ് കേട്ട് പരിചയമുള്ളതായിരിക്കും. വിതോൾഡിന്റെ പാസ്റ്റൻസ് വിതെൽഡ്, ഹോൾഡിന്റെ പാസ്റ്റൻസ് ഹെൽഡ് അല്ലേ, അപ്പോൾ വിത്ത് ഹോൾഡൻ വിതെൽഡ് ഓർത്തോണം. അടുത്തത് അഷർ. അഷർ നൗണും ഉണ്ട് വേർബും ഉണ്ട്. അഷർ എന്ന് പറഞ്ഞാൽ അറ്റൻഡന്റ്, എസ്കോർട്ട്, ഗൈഡ് എന്നൊക്കെ നൗണുണ്ട്. അതേ ആൾ അഷർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അക്കമ്പനി ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, അറ്റൻഡ് ചെയ്യുന്നു, എസ്കോർട്ട് ചെയ്യുന്നു എന്ന വേർബും ഉണ്ട്. അതേ സാധനത്ത് വേറൊരിടത്ത് കൂടെ ഉണ്ട്, ഹെറാൾഡിയ, ഇൻഡിക്കേറ്റ് ചെയ്യുക, ഒരു സിഗ്നൽ, സിംബലൈസ് ചെയ്യുക എന്നർത്ഥമില്ലേ, ആ അർത്ഥം കൂടി ഇതിനുണ്ട് കേട്ടോ. ഹെറാൾഡിയ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിഗ്നിഫൈ ഇല്ല, സിഗ്നൽ ചെയ്യുക എന്നുള്ള പറയില്ലേ, സിഗ്നൽ എന്നൊരർത്ഥം ഹെറാൾഡിയ എന്ന് പറയുക. ഹെറാൾഡ് അറിയാലോ, സിമ്പിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, വാർണിംഗ് എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഹെറാൾഡ്. അപ്പോൾ അഷർ എന്ന് പറയുന്നതിന് വേർബായിട്ട് വരുമ്പോൾ ആ ഒരു മീനിങ് കൂടെ ഉള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളാം. പല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതുകൊണ്ടാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, Sridhanya Suresh left no stones unturned to become the first IAS officer from SC community in Kerala. Great. Even though the community unitedly left no stone unturned, the crisis coiled to a setback. Great. Yes, Slugfest game, select alla Harshade. Slugfest game selects the champions ആണെങ്കിൽ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചു. CHAMPIONS ആണ് ചാമ്പ്യൻസ്. ചാമ്പ്യൻസ് അല്ല ഉദ്ദേശിച്ച ചാമ്പ്യൻസ് അല്ലേ, ആൻഡ് ലൂസേഴ്സ്. സോ വി ഹാവ് ടു ലീവ് നോ സ്റ്റോൺ അൺടേൺ ടു ബിക്കം എ ചാമ്പ്യൻ. IBPS ക്ലാസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക. IBPS SO മേരി, നമ്മൾ അതിനെപ്പറ്റി പറയാം കേട്ടോ. IBPS SOൻ്റെ കാര്യം ഉടനെ അറിയിക്കാം. ഓക്കെ, വിനു ഗുഡ് മോർണിംഗ്. Slugfest kicked in among the allies when the authority started pecking order among themselves. Started pecking order അല്ല, pecking order is a noun. Pecking order എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓർഡർ, പെക്കിംഗ് ഓർഡർ എന്ന് വെച്ചാൽ ഒരു ഹൈറാർക്കി. ഇറ്റ്സ് നോട്ട് എ വേർബ് കേട്ടോ, ഇറ്റ്സ് നോട്ട് എ വേർബ്. പട്ടിക്കുട്ടികളെ ലിറ്റർ അങ്ങനെ എന്തോ പറയില്ലേ, അങ്ങനെയല്ല. എന്താ പറയാ, ലിറ്ററിന് നൗൺ ഫോർമുലേഷൻ ഉണ്ട്. ഒരു ഗ്രൂപ്പ്, ഇറ്റ്സ് ലൈക്ക് ഒരു കളക്റ്റീവ് നോൺ പോലെ നമ്മൾ പറയില്ലേ. ലിറ്റർ എന്ന് പറയും പട്ടിക്കുട്ടികൾക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു പന്നിക്കുട്ടികൾ എല്ലാം പറയും. എനിക്ക് തോന്നുന്നു ചെറിയ കുഞ്ഞി ഈ പറയുന്ന ഇതിനും പറയും. അതിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ഇത്രേ ഉള്ളൂ. അത് കിറ്റൻസ് ആയാലും കുഞ്ഞു പന്നികളാണെങ്കിലും ഒരു ഫാമിലി ഓഫ് യങ് വൺസ്, ലിറ്റിൽ വൺസ് ജനിക്കുന്ന കുഞ്ഞു ആനിമൽസിൻ്റെ ആ കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പർ ഓഫ് യങ് ആനിമൽസിനെ നമ്മൾ ലിറ്ററിന് വിളിക്കും. അത് പറയട്ടോ. പക്ഷെ അത് ഇതിനാവശ്യമില്ല. എന്താ വെച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ചോദിക്കാൻ വരില്ലാത്തൊരു ഇതാണ്, അതുകൊണ്ട് ഞാനത് എഴുതാത്തത്. അത് നൗണ. ഓക്കെ, ഒരർത്ഥമുണ്ട്. യെസ്, ദാസ് ആണ്. സ്റ്റേറ്റ് ഫെസ്റ്റിവൽ കമൻസ് എ ഡേ അഗോ. യെസ്, സോനൽ ഗുഡ് മോർണിംഗ്. എന്തേ കണ്ടില്ല എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. The competitors grabbed their full energy and confidence before the commencement of the Slugfest. Great. The launch will commence on 7 a.m. tomorrow. That's great. Littering is a punishable offense. Mighty people, if they who support your reservation are actually digging your graveyard. All right. Aradi, good morning. He was the usher in my project work. Great. Guide. The program will commence from tomorrow. From വേണ്ട, the program will commence tomorrow. നാളെ തുടങ്ങും എന്ന് പറഞ്ഞാൽ മതി. From വേണ്ട കേട്ടോ. MJ, അതിൻ്റെ ആവശ്യമില്ല. Put the letter in the box provided and keep the environment clean. KP Kutten.
Here you are. You guys are still stifling me with all the suggestions. Cool your boots off, people. I'll get the bottom of it myself. Great. A comment ആവശ്യമില്ല കേട്ടോ. It myself അത് മതി. The outfit seems to be dent, so they seems to be dent. Adjective formulation ഉപയോഗിക്കരുത്. Vinu, the outfit seems to be dented. Dent എന്ന verb ആയിട്ടാണ് ഉപയോഗിച്ചെങ്കിൽ അതിന്റെ V3 formulation കൊടുക്കടാ. The outfit seems to be dented, so they decided to commence a new one. Okay. The commencement of social distancing was stifling at the early stage of dissemination of coronavirus. Yes. He was ushered by me in the commencement of meeting. She resigned as she couldn't withstand the stifling behavior of her manager. Okay. Her stifling behavior is not good for her future. One day, the beginning of a new career journey will commence. Yes. Litter of bees. Okay. പറയാം. Animals. University with all the result of final year students. Great. In the short run, urbanization will pave the way to increase pollutant levels in the air, thereby stifling the humankind. Yes. The management withholds their staff's remuneration. All right. The rules of the new management stifling the staff very much. Reshma, the rules of the new management are. Avada verb evada poi? Auxiliary verb evada poi? Helping verb vanda. Verum V form vannal. ING form vannal verb avilla. Continuous tense കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഓർക്കുക ഈസോ ആമോ വാസോ വേറോ അങ്ങനെ ഏതെങ്കിലും ബി ഫോർമുലേഷൻ കൊടുക്കണേ. അപ്പോൾ ഇവിടെ റൂൾസ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് കൊടുക്കാം ആർ. ഓക്കെ, ഞാൻ കൊടുത്തേക്കോണേ, ഓർത്തിച്ചോളാം, ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ. മൈ മദർ അഷ്വർഡ് മീ ടു ദ വേൾഡ് ഓഫ് ലവ് ആൻഡ് ഹാപ്പിനെസ്. ദാറ്റ്സ് ഗ്രേറ്റ്. My people stifle themselves for the sake of family. All right. India will commence the T20 World Cup campaign with a match against Pakistan at the Australian Cricket Ground on October 2023. Ada Sanile Pakistan P.M. Australian aim capital road kamarkalle. The central government with all the Silver Line project. Yes. Withhold is the singular plural alle. Our central government withheld past tense കൊടുക്കുക. The central government withheld കൊടുത്തു. Past tense കൊടുക്കുക more. സിംഗുലർ കൊടുക്കാം, വിത്ത് ഹോൾഡ്സ് കൊടുക്കണം, കാര്യം സിംഗുലർ അല്ലേ സബ്ജക്റ്റ്. രാജു കമൻസ് എ ബിസിനസ് വിത്ത് ക്യാപിറ്റൽ 25,000. ഗ്രേറ്റ്. ഇംഗ്ലീഷ് യൂട്യൂബ് ക്ലാസ്സസ് ഏതൊക്കെ ടൈമിലാണ് ഉണ്ടാവാറ്? ഇംഗ്ലീഷ് ഇപ്പം 5 മണി ടൈമിൽ വരാറുണ്ട്, കാരണം എൻ്റെ പെയ്ഡ് ക്ലാസ് അനുസരിച്ച് മാറും, അതിപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ്. ബട്ട് ഇന്നുണ്ട് കേട്ടോ, ഇന്ന് 5 മണിക്കുണ്ട്. ഇന്ന് 5 മണിക്ക് ഞാൻ SSCയുടെ അൺസീൻ പാസേജുമായിട്ട് വരുന്നുണ്ട്. ഓക്കെ ആദിത്യ, വിൽ യു മൈൻഡ് ടു usher me throughout the journey? That's great. Letting know water bodies should be withheld. That's great. He litters to attend the rendezvous. Okay. There were more serious friction between the headmaster and the usher. Eda rendezvous adjective alle, avade oru noun kodukkanamല്ലോ. Yes. അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. താങ്ക് യു സോ മച്ച്. അതുല്യ, വിൽ യു മൈൻഡ് ടു അഷർ എന്ന് പറയില്ല, will you mind ushering me throughout the journey? Mind എന്ന വേർബിന് ശേഷം എപ്പോഴും ജെറണ്ട വരാൻ പാടുള്ളൂ. That's right. Will you mind ushering me എന്ന് കൊടുക്കണം കേട്ടോ. Will you mind to usher, to infinity അവിടെ കൊടുക്കില്ലേ. He the chief minister ആയിരിക്കും. He the chief minister who has been withholding our fund has to face very tough consequences in the court of God. All right. PM Narendra Modi is all set for the inauguration of the National Exhibition by the Agricultural Research Center, which is to be commenced on 5th of October 2022. All right. Municipality decided to withhold license to contractor. All right. Mullaperiyar withholds millions of gallons of water and is a Damocles sword that is hanging over our heads. Yes. Literally, I littered my time. Wasted my time? അതാണോ? അല്ലല്ല, ആ ലിറ്റർ അവിടെ ഉപയോഗിക്കേണ്ടത്. Wasted my time എന്ന് പറയുന്നത് for correcting her stifling behavior. That's not right. Contextually, that is wrong. Literally എന്ന് പറഞ്ഞാൽ ലിറ്ററലി വേസ്റ്റ്, ഇവിടെ മൊത്തം വേസ്റ്റ് വാരി വിതറുക, ട്രാഷ് ആക്കുക, സ്ഥലം മൊത്തം കുളമാക്കുക എന്നുള്ളതാണ്. അപ്പം ആ അർത്ഥം ഇവിടെ കൊടുക്കല്ലേ ദേവിക കേട്ടോ. സീത, ഗുഡ് മോർണിംഗ്. യെസ്. It is really stifling to see kindness and wrath or warmth of the world denting. ഒരു സെക്കൻഡ് എടാ, ഞാനതൊന്ന് സെറ്റ് ഒന്ന് നോക്കട്ടെ. പിന്നെ ഒരു സെക്കൻഡ്. ഓക്കെ സോറി മീറ്റിംഗ്. മാറിപ്പോയി. ഞാൻ ഉദ്ദേശിച്ച സാധനം മാറിപ്പോയത്. ഐ എം സോ സോറി ഫോർ ദാറ്റ്. യെസ്, റെൻഡസ് ഇസ് റൈറ്റ്. VOUS, യെസ്. It's really stifling to see kindness and പറഞ്ഞു. If I were you, I can രണ്ടായി വന്നിട്ടുള്ള ഇത് നോക്കണേ. I can commence English Academy named Rintu with English. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Already I have a channel, Telegram channel on English with Rintu, where I provide classes അല്ല
നോട്ട്സ് ആൻഡ് എന്താ പറയുക ഗൈഡൻസ് എന്ന് പറയാം. അല്ലാതെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇംഗ്ലീഷ് അക്കാഡമി ആയിട്ടൊന്നും ഞാൻ പറയില്ല. ദ ഓറിയൻ അഷ്യൂർഡ് അസ് ടു port a misty storm. That's great. Littering the premises must be prohibited. Of course, KTU withheld the results of semester 6 in line with the mass malpractice observed in last university examination. Due to overcrowding in prisons, prisoners are stifling. All right. He assures me in right way. That's great. The authority withhold his pension. Withhold alla, ammu authority singular alle. Appa withholds kodukam. Sorry, withholds kodukam അല്ലെങ്കിൽ withheld kodukam, past tense kodukam. Subject singular എങ്കിൽ verb singular കൊടുക്കണേ. That's very important. Concord. His pension alleged that he is ineligible for receiving it. A clever way of stifling discussion, and few could have done it so well. Divya, a clever way of stifling discussion and few could have done it so. അവിടെ എന്താണ് ആൻഡിന് മുമ്പ് അവിടെ ഇപ്പോൾ ഒരു ക്ലോസ് കൊടുത്തിട്ട് ആൻഡ് കൊടുക്കണ്ടേ? ആൻഡ് ഫ്യൂ എന്ന് പറഞ്ഞാൽ no one could have done it so well. അതാണോ? Rinbom assured a lot of students to improve their English language skill. Moving on, next set. Impetus. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്ത വാക്കാണ് ഇംപെച്ചസ്. അറിയായിരിക്കുമല്ലോ. മൊമെൻറ്റം, പ്രൊപ്പൽഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത്, മോട്ടിവേഷൻ, സ്റ്റിമുലസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എൻകറേജ്മെന്റ് എന്ന് പോലെ, അതിനാണ് ഇംപെച്ചസ് എന്ന് പറയും. അടുത്ത നെയ്സെന്റ്. നെയ്സെന്റ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന എന്നർത്ഥം. ബഡിങ്, ഡെവലപ്പിംഗ്, ഗ്രോവിങ്, ഇവോൾവിങ് എന്നൊക്കെയാണ് നെയ്സെന്റ് എന്ന അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം. അടുത്ത ഇൻക്രിമെന്റൽ അല്ലെ, ഇൻക്രിമെന്റ് കിട്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇൻക്രിമെന്റ് കിട്ടി, അഡിഷൻ, എന്തെങ്കിലും അഡിഷൻ കിട്ടി അല്ലെ, അക്യുമുലേഷൻ കിട്ടി. സോ ഇൻക്രിമെന്റൽ ഇസ് അഡ്ജക്റ്റീവ്, പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഗ്രാജുവൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ക്യുമുലേറ്റീവ് എന്നാണ് ഇൻക്രിമെന്റൽ എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം. അടുത്തത് ലാംഗ്വേജ് ചെയ്യുക. ലാംഗ്വേജ് ഇസ് എ വേർബ്. അർത്ഥം ഇതാണ്: വീക്കൻ ചെയ്യുക, ഡിറ്റീരിയറേറ്റ് ചെയ്യുക, ഡിക്ലൈൻ ചെയ്യുക, വിതർ ചെയ്യുക, ഫെയ്ഡ് ചെയ്യുക എന്നൊക്കെയാണ് ലാംഗ്വേജ് ചെയ്യുക എന്നുള്ള വേർബിന്റെ അർത്ഥം. ഓക്കെ. അടുത്ത ട്രജക്ടറി ആണ്. ട്രജക്ടറി മീൻസ് കോഴ്സ് അല്ലെങ്കിൽ പാത്ത്, റൂട്ട്, ട്രാക്ക്, വേ എന്നൊക്കെ പറയും അല്ലേ. ലുക്ക് അറ്റ് ദ ട്രജക്ടറി ഓഫ് ഹിസ് സക്സസ്, അവൻ്റെ ആ പാത്ത് ഓഫ് സക്സസ് ഒന്ന് നോക്കിക്കുക എന്നൊക്കെ പറയില്ലേ, ആ സാധനം കോഴ്സ്. ഓക്കെ. ഹെവി ഫ്ലഡ് ഇൻ ഹിൽ ഏരിയസ് അഷ്യൂർഡ് ദ നീഡ് ഫോർ അഫോറസ്റ്റേഷൻ. യെസ്. അഷർ നൗൺ വരുന്ന സെന്റൻസ് പറയാമോ? ഫോർ എക്സാമ്പിൾ, അഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈഡ്, എസ്കോട്ട് അല്ലേ, ഹീസ് എൻ അഷർ എന്ന് പറയാം കേട്ടോ സീത. അവനൊരു ഗൈഡാണ് എന്നുള്ള അർത്ഥം അല്ലെ, എസ്കോട്ടാണ്. ഓക്കെ. The junior engineer assured the head in charge in order to make necessary arrangements for transferring goods to Tokyo. Yes. The government withholds the rendering of essential goods, even the indigenous. Indigenous spelling മാറിപ്പോയല്ലോ വിനു. INDI genus, GENOUS. People are in a nadir. Yes. Don't throw litter on the ground. That's great. Put the litter in the trash box. Yes. Government has summoned She Lodge facility for women in Kochi. Yes. I don't think I have it in me to complete the project. I have lost the impetus. All right. It does not feel right to put a seasoned fighter against a nascent one. That is great sentence. That's great. അപ്പോൾ പിള്ളേരെ മറക്കണ്ട, ഇംപെച്ചസ്, nascent, incremental, language, ട്രജക്ടറി. നമുക്ക് നേരെ പോകാം അടുത്ത സെറ്റിലോട്ട്. വേഗം സെൻറ്റൻസ് മേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ SSC CGLന്റെ നോട്ടിഫിക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത കാര്യം അറിഞ്ഞാണായിരിക്കും അല്ലേ. ലാസ്റ്റ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 13th വരെ ആക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 11 എക്സ്റ്റെൻഡ് ചെയ്ത് 13th. പിന്നെ ബാക്കിയൊരു കാര്യം കൂടെ ഓർത്തോണേ, 13th October വരെ ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്ലൈ ചെയ്യാതിരിക്കരുതേ പൊന്നു പിള്ളേരെ. കാര്യം എന്താ വെച്ചാൽ ഇത്തവണ നോട്ടിഫിക്കേഷൻ, ആ എക്സ്റ്റെൻഡ് ചെയ്ത നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ 20,000+ വേക്കൻസി ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അത് ഇനിയും സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകാം. അപ്പോൾ ഇത്തവണ അപ്ലൈ ചെയ്ത് ലിസ്റ്റിൽ കയറാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ എനിക്ക് പറയാനുള്ള കാര്യം ഒന്നേ ഉള്ളൂ, വരിക, പഠിക്കുക, ജോയിൻ ചെയ്യുക. നമുക്ക് 140 അഡ്മിഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 140 അഡ്മിഷൻസ് ഉണ്ട് ഈ ബാച്ചിൽ. ഈ ബാച്ച് ഉടനെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ജോയിൻ ചെയ്തപ്പോൾ പെട്ടെന്ന് ചടപടേന്ന് ജോയിൻ ചെയ്യുക. October 10, അതായത് ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പം നമുക്ക് ഉഷാറായിട്ട് പഠനം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കണം. കോഴ്സ് ഫീ ഇത്രയാണ്, 2260 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടും. അറിയാലോ കോഡ് Y314, Y314 എന്ന കോഡ് ഉപയോഗിക്കാം. അതുപോലെ SPIPയോടെ ക്ലാസ്സിൽ ആരംഭിക്കാം October 12. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഓറിയൻറ്റഡ് ആണ്. 2489 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. ഇതും ഡിസ്കൗണ്ടഡ് എമൗണ്ട് ആണ്, ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്. Y314 എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട. മൂവിങ് ഓൺ, നെക്സ്റ്റ് സെറ്റ്, ഫാക്ഷൻ. ഫാക്ഷൻ കേട്ടിട്ടുണ്ട്, കുറേ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഗ്രൂപ്പ്, ക്ലീഗ്, കോട്ടറി, കോക്കസ്, കേബിൾ. ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് ഫാക്ഷൻ എന്ന് പറയാം. അത് വലിയൊരു ഓർഗനൈസേഷൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു ഗ്രൂപ്പ്, അതിനെയാണ് ക്ലീഗ് അല്ലെങ്കിൽ കോട്ടറി, കോക്കസ്, കേബിൾ ഗ്രൂപ്പ്. ഓഫ് കോഴ്സ് അതാണ് ഫാക്ഷൻ എന്ന് പറയാം. അടുത്ത ഇൻറ്ററിം പ്രസിഡന്റ്, ഇൻറ്ററിം ചാൻസലർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും.
താൽക്കാലികമായ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉണ്ട്, നൗണും ഉണ്ട്. അപ്പോൾ ഇൻ്ററിമിൻ്റെ ഒരർത്ഥം മീൻസ് മെയിൻ ടൈം, അതിലെ ആ ഒരു ബ്രേക്ക് ടൈം ഉണ്ടല്ലോ അത്, അല്ലെങ്കിൽ ഇൻ്റർവെൽ എന്ന് പറയും. അതേ സാധനത്തിന് ടെമ്പററി എന്ന അർത്ഥമുണ്ട്, ഓർ പ്രൊവിഷണൽ എന്ന അർത്ഥവും കൂടെ ഉണ്ട്. ടെമ്പററി, ഇൻ്ററിം. അടുത്ത പ്രസിഡന്റ്. നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ് ഉള്ള പ്രസിഡന്റ് അല്ല, ഈ പ്രസിഡന്റ് PRECEDENT പ്രസിഡന്റ് ആണ്. യു സെർവ് ആസ് എ പ്രസിഡന്റ് ഇൻ ഫ്രണ്ട് ഓഫ് us. ഞങ്ങളുടെ മുമ്പിൽ നീ ഒരു എക്സാംപ്ലർ ആണ്, നീ ഞങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന ഒരു എന്താ പറയുക, ഒരു എക്സാമ്പിളാണ്, മാതൃകയാണ്. മോഡൽ, എക്സാംപ്ലർ, എക്സാമ്പിൾ ആൻഡ് എക്സാംപ്ലർ എന്ന ഒരു വ്യക്തിയാണെങ്കിൽ, മാതൃക വ്യക്തിയാണെങ്കിൽ യൂസ് ചെയ്യുക എക്സാംപ്ലർ ആൻഡ് എക്സാമ്പിൾ. ഇത് എക്സാമ്പിൾ എന്നുള്ള മീനിങ് ഇതിനുണ്ട് കേട്ടോ, ഞാൻ പിന്നെ സെപ്പറേറ്റ് എഴുതി എടുക്കണ്ടല്ലോ ഓർത്ത് എഴുതാത്തതാണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മാതൃക പറയില്ലേ, പക്ഷേ എക്സാംപ്ലർ എന്ന് പറഞ്ഞൊരു വ്യക്തി നമുക്ക് മാതൃകയാകുന്നതിന് എപ്പോഴാണ് നമ്മൾ എക്സാംപ്ലർ എന്ന് പറയാം. ഹീസ് എൻ എക്സാംപ്ലർ, ഷീസ് എൻ എക്സാംപ്ലർ എന്നൊക്കെ പറയാം. പിന്നെ പാറ്റേൺ, പാരഡിം എന്നൊക്കെ നമ്മൾ പ്രസിഡന്റിന്റെ അർത്ഥങ്ങളുണ്ട് കേട്ടോ, ഓർത്തോണം. അടുത്ത പ്രൊസീഡിങ് അറിയാമായിരിക്കുമല്ലോ. പ്രൊസീഡിങ് മുമ്പിലുള്ള ഫോർ ഗോയിങ്, പ്രീവിയസ്, പ്രയർ, ഫോമർ എന്നൊക്കെയാണ് പ്രൊസീഡിങ് എന്നുള്ള കാര്യം അർത്ഥം. അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. അടുത്ത കോമ്പറ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്. പഗ്നീഷ്യസ്, അഗ്രസീവ്, ആന്റഗോണിസ്റ്റിക്. വഴക്കുണ്ടാക്കുന്ന, എപ്പോഴും ഫൈറ്റിംഗ് മെന്റാലിറ്റി കൂടുതലാണ്. വഴക്കുണ്ടാക്കുക, ഫൈറ്റ് ചെയ്യുക. അത് മാത്രം നമ്മുടെ മുമ്പിൽ മനസ്സിലുണ്ടെങ്കിൽ യു ആർ കോമ്പാറ്റീവ് ഇൻ നേച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ചില പാർട്ടീസ്, ഓൾവേസ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ചില പാർട്ടീസിൻ്റെ അടുത്ത് എപ്പോഴും തമ്മിൽ പരസ്പരം അടിപിടി അല്ലേ, അതാണ് ഗുഡായിസം അങ്ങനെയാണ് ഓർത്തോണം കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ടു യു. ഇൻഡിജിനസ് ഇപ്പോൾ കറക്റ്റ് അല്ലേ? ഇപ്പം ഇത് കറക്റ്റാണ്. സെറ്റ്. ദ ടൂറിസ്റ്റ് ഡോണ്ട് നോ ദ ട്രജക്ടറി. ഡോണ്ടിൻ്റെ ഒരു അപ്പസ്ട്രോഫി ഇടാൻ മറക്കല്ല ഐശ്വര്യ. റിൻഡു മാംസ് എഡിറ്റോറിയൽ സെഷൻ ഹെൽപ്പ് മീ go up the ladder. Help me go up the ladder in my career trajectory. Oh, thank you so much. His character was so smooth. Farmers face a languish in milk productions. Okay, that's great. അവിടെ ലാംഗ്വേജ് ഫേസ് എ ലാംഗ്വേജ് എന്ന് പറയില്ല, കാരണം ലാംഗ്വേജ് ചെയ്യുക, ലാംഗ്വേജ് വേർബില്ല കേട്ടോ എം ജെ, വേർബുള്ളൂ. ലാംഗ്വേജിന് നൗണില്ല. ഞാനത് നോക്കട്ടെ, ഞാൻ നോക്കിയപ്പോഴും അത് തന്നെയാണ് കണ്ടത്. ലാംഗ്വേജിന് നൗണില്ല കേട്ടോ. ലാംഗ്വേജ് ഇസ് നോട്ട് യൂസ് എസ് എ നൗൺ. ദർ ഇസ് എ ലാംഗ്വേജിങ്, ദർ ഇസ് എയും കൊടുക്കില്ല. ലാംഗ്വേജിങ് എന്ന് ജെറൻ ഫോർമുലേഷൻ കൊടുത്തു, എ കൊടുക്കാതെ വേണം ജെറൻ ഫോർമുലേഷനിൽ കൊടുത്തു. അല്ലാതെ ലാംഗ്വേജ് എന്ന വേർബേ ഉള്ളൂ, നൗണില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, ആൻഡ് ലെറ്റ് മീ സീ. അതുപോലെ തന്നെ ഉണ്ടല്ലോ സ്റ്റോറി ബോയ്, ഹി ഓൾവേസ് ഇമ്പസ് മീ പറയില്ല, മോട്ടിവേറ്റഡ് മീ പറയില്ല. ഇമ്പറ്റസ് ഇല്ലേ, ഇമ്പറ്റസ് നൗൺ മാത്രമേ ഉള്ളൂ, വേർബ് ഇല്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണേ, അപ്പോൾ അത് അവിടെ തെറ്റും. ഓക്കെ, the rocket went astray from his trajectory. That's great. Stalin's trajectory of rule escalating his support among people day by day. Yes, don't demotivate nascent children of having little knowledge. The whole world, not only for knowledge but also for ideas, emotions and illusions. The whole world is, avada verb evadada sharathe, the whole world is not only for knowledge but also for ideas, emotions and illusions. Okay, much of the impetus for change came from customers' opinions. Great. The passion he had at the beginning of the relationship slowly languished away as time went by. Great. CPIM claims that the foreign visits of Kerala CM will provide an impetus to foreign investments and employment opportunities in Kerala. Great. APJ is a president to all. Yes, he is. The trajectory followed by the legislatures to legislate enactments with respect to development in tribal areas needs to be revised. Great. We have only explored a fraction of the ocean, and in fact, we know much more about outer space than about oceans. The children gathered out in the playground in the interim. Yes, Virat Kohli is so competitive in field. I have a request to the President of India. I have a request to the President of India. Alla, I have a request. Pinne is that എന്ന് കൊടുക്കില്ല, ഇങ്ങനെ കൊടുക്കാം. My request to the President of India is that എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. പക്ഷേ I have a request to the President of India is that എന്ന് പറയില്ല കേട്ടോ. ഇങ്ങനെ കൊടുക്കാട്ടത്. മൈ റിക്വസ്റ്റ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദാറ്റ് വാട്ട് ദ ഇന്ററിം ഗവൺമെന്റ്. അവിടെ പിന്നെയും റിക്വസ്റ്റ് അല്ലോ, റിക്വസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെയാണ് ചോദ്യം വരുന്നത് അല്ലേ, അത് വരില്ല. അവിടെ ആ സെന്റൻസ് ഒന്ന് തിരുത്തണം കേട്ടോ ശരത്തെ. ദ കോച്ച് വാസ് സാക്ഡ് ആൻഡ് ദ അസിസ്റ്റന്റ് കോച്ച് വാസ് അപ്പോയിന്റഡ് ആസ് എൻ ഇന്ററിം കോച്ച്. ദാറ്റ്സ് ഗ്രേറ്റ്. ബീങ് എ പ്രസിഡന്റ് ഇസ് നോട്ട് ഈസി. യെസ്, ഇറ്റ്സ് നോട്ട് ഈസി. വി കൻ യൂസ് ദ ആർഗ്യുമെന്റ് അ ട്രെയിൽ. ദർ ഇസ് പ്രസിഡന്റ്. ഓൾ റൈറ്റ്. Alright, soaring amount of workload is really stifling for him, so he decided to call for an interim gap. Interim gap? For an interval madida. Intervalന്റെ അർത്ഥം തന്നെയാണ് interim. അവിടെ പിന്നെ ഗ്യാപ്പ് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ വിനു. ഷമാസ് ഒരു സെന്റൻസ് ഡിലീറ്റ് ചെയ്തു മാം. ഷമാസ് ഡിലീറ്റ് ചെയ്തു. എടാ ഞാനത് കണ്ടില്ല കേട്ടോ.
Be competitive but not competitive. Yes, competitive ആയിക്കോ, combative ആവരുത്. That's great, Arun. Dr. Rajendra Prasad is the preceding president of India. Okay. In order to nascent English. In order to nascent അല്ല. എബിനെ, nascent is not a verb. അതൊരു adjective മാത്രമാണ്. അപ്പം in order to learn English, evolve English, improve English എന്ന് കൊടുക്കും കേട്ടോ. We should read editorial daily. Yes, we should. He or she is apparently unaware of the preceding action so that the significance of his observation is lost upon him. The competitive behavior of Adi's son was often discouraged. I'm totally confused about the preceding audio since she's not willing to vacate his room. She is not ready to vacate his room? Her room, alle? The faction decided to give interim leave for him because he wanted to concentrate. He wanted to, alla, because he wanted to. Because he wanted to. He subject is singular. അപ്പോൾ verb past tense കൊടുക്കുക or singular കൊടുക്കണം. ഇവിടെ past ആയതുകൊണ്ട് you can say he wanted to. You should rein in your competitive nature to build a rapport with your colleagues. That's great. All the candidates must submit the nominations before the presiding officer in the stipulated time. That's great. His competitive nature is so irritating. All right. The competitive attitude earned him a lot of enemies. Yes. Competitive spirit of Japanese is always appreciable. Combative, aggressive nature, alle? Adin must highly combative in making sentences about each other. Yes. Aanu satyam Nandisha. The preceding question was so tough. Valya sentence onnum parayan pattunnilla ma'am. It's okay. Actually it takes time. Samayam edukkum. കേട്ടോ, പേടിക്കൊന്നും വേണം, അതിന് സങ്കടപ്പെടരുത്. ഡോണ്ട് ബി ഡസ്പ്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഡോണ്ട് ബി ദാറ്റ് ഡെസ്പറേറ്റ് ഗേൾ. ഓക്കെ, ഓർത്തോളാം. Although the preceding laws weren't evident to justify the dilemma, the advocate did manage to resolve the slugfest. Okay, it was so stifling to cope with his combative nature for long, so his wife left him for good. That's great. The master was once a beginner. Pinnalla. The expert was once a beginner. Pinnalla. Rishi Raj Singh was my captain in my first combing in Muthumalai range. Okay. The trajectory of Arthi's tit for tat attitude was merely due to over pampering by her parents. അടിപൊളി. ഇപ്പം നിനക്ക് കിട്ടും. ദാറ്റ്സ് ബെസ്റ്റ് ആക്ച്വലി. പിന്നല്ല, ആക്ച്വലി പയ്യെ മതി. മാത്രമല്ല വലിയ സെൻറ്റൻസ് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ല. എക്സാമിനൊക്കെ ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, മേക്ക് ഷുവർ ദാറ്റ് യു മേക്ക് ഷോർട്ടർ സെൻറ്റൻസസ്. വലിയ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പോയാൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് മാർക്ക് പോകും. ട്രിക്ക് വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. കുറച്ച് ട്രിക്സ് ആവശ്യമുണ്ട്. മൂവിങ് ഓൺ. സ്ട്രിഡൻറ്റ്. ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സിലോട്ട് പോകാം. സ്ട്രിഡൻറ്റ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വേർഡ് ഫോർ ദ ഡേ ആയിരുന്നു സ്റ്റുഡൻറ്റ്. ഓർമ്മയുണ്ടോ? ഞാൻ കറക്റ്റായിട്ട് എടുത്തു തന്ന വേർഡാണ് സ്റ്റുഡൻറ്റ്. ഹാർഷ് എന്നർത്ഥം. റാക്കസ്, റഫ്, ഗ്രേറ്റിംഗ് എന്നുള്ളതാണ് സ്റ്റുഡൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഷ് ആണെന്നുള്ള അർത്ഥമാണ്. അടുത്ത മാർഷൽ. ഒന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മാർഷൽ. ഹയർ ഓഫീസറിന് നൗണുണ്ട് മാർഷലിന്, പക്ഷേ ഞാൻ അതിവിടെ എഴുതുന്നില്ല ബിക്കോസ് നിങ്ങൾക്ക് അറിയാം അത്. പക്ഷെ വേർബ് മാർഷൽ എന്ന് പറയുമ്പോൾ ഇതാണ് അർത്ഥം. അസംബിൾ ചെയ്യുക, അറേഞ്ച് ചെയ്യുക, ഗ്യാദർ ചെയ്യുക, മസ്റ്റർ ചെയ്യുക, കളക്ട് ചെയ്യുക എന്നൊക്കെയാണ് മാർഷൽ എന്ന വേർബിൻ്റെ അർത്ഥം. നൗണായിട്ട് ഹയർ റേഞ്ച് ഓഫ് ഒഫീഷ്യൽ, ഒരു ആർമി ഒഫീഷ്യലിൻ്റെ ഹയർ റാങ്കിന് നമുക്ക് പറയാം മാർഷൽ എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ബെയറിംഗ്. നൗണാണ് ബെയറിംഗ്. ബെയറിംഗ് എന്ന് പറഞ്ഞാൽ റിസംബ്ലൻസ്. ഹി ഹാസ് എ ബെയറിംഗ് വിത്ത് മൈ അങ്കിൾ. എൻ്റെ അങ്കിളുടെ അതേ ലുക്ക് എന്ന് പറയില്ലേ, ആ ഒരു ബെയറിംഗ് എന്ന് പറയില്ലേ. പോസ്റ്റർ, ലുക്കല്ല, ഐ മീൻ പോസ്റ്റർ. ആ ഒരു പോസ്റ്റർ എന്ന് പറയാം. ലുക്ക് അറ്റ് ഹിസ് ബെയറിംഗ്. ഐ തിങ്ക് ഹിസ് വീക്ക്. ലുക്ക് അറ്റ് ഹിസ് ബെയറിംഗ്. ഐ തിങ്ക് ഹിസ് വീക്ക്. അങ്ങേരെ നോക്കിക്കേ, അങ്ങനെ നിൽപ്പുണ്ടോ, അവനെ നോക്കി അവൻ്റെ നിൽപ്പുണ്ടോ, അവൻ്റെ പോസ്റ്റർ എന്തോ ഒരു പന്തികേടില്ലേ. പോസ്റ്റർ സ്റ്റാൻഡ്സ്, അവൻ്റെ ബോഡി, ലിറ്ററലി നമ്മുടെ ബോഡിയുടെ നിൽപ്പുണ്ടല്ലോ, നമ്മുടെ ബോഡിയുടെ ആ ഒരു ബാലൻസ് ചെയ്യുന്ന ആ ഒരു സംഭവം, അതിന് പോസ്റ്റർ സ്റ്റാൻഡ്സ്, അതിന് ബെയറിംഗ് എന്ന് പറയും. അല്ലാതെ ദ ബെയറിംഗ് ഓഫ് ദി ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ റെലവൻസ്. വാട്ട് ഈസ് ദ ബെയറിംഗ് ഓഫ് ദി ആർഗ്യുമെൻറ്റ്? എന്താ ഈ ആർഗ്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എന്താ ക്ലെയിമിൻ്റെ റെലവൻസ്, സിഗ്നിഫിക്കൻസ് എന്നൊക്കെ നമുക്ക് നൗണായിട്ട് പറയാം. ദാറ്റ് ഈസ് ബെയറിംഗ്. ഓർത്തോണം, നൗണാണ് ബെയറിംഗ്. ഇറ്റ്സ് നോട്ട് ജെറൻഡ്, നൗണാണത്. ഓക്കെ, ഓർത്തോണം. അടുത്തതാണ് ഐറ്ററേഷൻ ഓർ ഇറ്ററേഷൻ. യു ക്യാൻ കോൾ ഇറ്റ് ഇറ്ററേഷൻ ഓർ ഐറ്ററേഷൻ. എങ്ങനെയാണോ വെച്ച് പഠിച്ചു. റീഇറ്ററേഷൻ നമ്മൾ പറയില്ലേ, അതാണ് ഇറ്ററേഷൻ എന്ന് പറയുന്നത്. റീഇറ്ററേഷൻ സെയിം സാധനമാണ് ഇത്. റെപ്പറ്റീഷൻ, മൊണോട്ടണി, എംഫസിസ്. വീണ്ടും റീഡു ചെയ്യുക. മനസ്സിലായോ? അതിനെയാണ് റിട്രേഷൻ. റീഇറ്ററേഷൻ ഇല്ല, അതേ സാധനമാണ്. റീട്രേറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, റീസ്റ്റേറ്റ് ചെയ്യുക. സെയിം സാധനമാണ് ഇപ്പം ഇറ്ററേഷനും, അതേ മീനിങ്. ഓർത്തോണം. ഓക്കെ. നമ്മളൊരു കാര്യം പിന്നെയും, മാർഷൽ ആർട്സ് ഉണ്ട്. അത് മാർഷൽ, ഈ മാർഷൽ എന്താണ്, മാർഷൽ ആർട്സ് ഉണ്ട് ഉറപ്പായിട്ടും. അത് പക്ഷേ ഈ മാർഷൽ അല്ല. യെസ്, ഒന്നെന്ന് വെച്ചാൽ പോയിട്ടില്ല, തിരക്കുണ്ടല്ലേ. ഗുഡ് ബൈ. ഓൾ റൈറ്റ്, യു ക്യാൻ. ദ വൈൽഡ് animals are highly combative in their nature. Yes.
Ronaldo is an excellent midfielder with brilliant combative skills. All right. By the by, Rajine kollam. Since president's speech was very bored to the audience, I played some complex magic to them. That's great. Oh, തുടങ്ങിയവൻ രജനെ എൻ്റെ പൊന്നടാവേ. Kerala Blasters coach cited that they didn't get the prior match up to their mark. It will adversely affect their combative game in the field. That's great. Kerala is a land of martial arts. ആൽബർട്ട് മാർഷൽ. ഓ എൻ്റെ പൊന്നി, അത് മാർഷൽ. അതാണ് മാർഷൽ. സ്പെല്ലിംഗ് മാറിപ്പോയി. ക്ഷരത്തെ combative behavior of Shammas resulted in many problems in his relationship. That's great. That was a strident journey and it veered out all of us. Great. It's a shame you can't marshal the same enthusiasm for putting your money where your mouth is. That's great. Iteration is a good method to study. Yes, repetition. അതെ, സ്ഥിരം ഡയലോഗ് ആണോന്നോ രജനി? ഈ ഡയലോഗ് ഇല്ലെങ്കിൽ രജനി ഇല്ല അല്ലേ? ദ ബെയറിംഗ് ഓഫ് ദ പേഴ്സൺ ബിഹൈൻഡ് മീ വാസ് സസ്പീഷ്യസ്. ദാറ്റ്സ് ഗ്രേറ്റ്. അവോയ്ഡിന് ഈ ഇല്ലാട്ടോ ആദിത്യ. അവോയ്ഡ് ഇറ്ററേഷൻ ഓഫ് വേർഡ്സ് വൈൽ റൈറ്റിംഗ് എസ്സേസ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ഹാർഷ് ഡ്രക്കോണിനപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ സിനിമയായി യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. യെസ്, ദ ടീം മെമ്പേഴ്സ് ഷുഡ് മാർഷൽ ഫോർ ദി മീറ്റിംഗ്. ഗ്രേറ്റ്. സ്റ്റുഡൻറ്റ് ക്യാരക്ടർ ലീഡ്സ് ഹിം ഇൻ ടർമോയിൽ. ലീഡ് എന്ന വേർബ് വന്നാൽ ഒരിക്കലും അതിൻ്റെ കൂടെ ടു വേണം. ലീഡ്സ് ഹിം ടു ടർമോയിൽ എന്ന് പറയണം കേട്ടോ. അബിനെ എപ്പോഴും നമ്മൾ അബിനാണോ എബിനാണോ എന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എബിൻ ഇടയ്ക്കിടയ്ക്ക് മാറി പോകുന്നത് കേട്ടോ. സ്റ്റുഡൻറ്റ് ക്യാരക്ടർ ലീഡ്സ് കഴിഞ്ഞ് ലീഡ് എന്ന വേർബ് ഉണ്ടെങ്കിൽ ടു വേണം എന്തായാലും കേട്ടോ. ഉപയോഗിച്ചോണേ. Okay, I wondered because the thief had taken away only the bearing parts from the vehicle. That's great. Iteration is the mother of teaching. Yes, the emissary came bearing ആ ബെയറിംഗ് നീ ഉദ്ദേശിക്കുന്ന ഈ ബെയറിംഗ് അല്ല, മറ്റേ വേർബ് ബെയർ ചെയ്തു, ക്യാരി ചെയ്തു അല്ലേ. ബെയറിംഗ് എ മെസ്സേജ് ഫ്രം ദ നെയ്ബർ നേഷൻ. കെയിം ബെയറിംഗ് അത് വേറെ. ഈ ബെയറിംഗ് ഇസ് നോൺ ബെയറിംഗ് കേട്ടോ. ഇറ്ററേഷൻ ഈസ് എ മദർ ഓഫ് ടീച്ചിങ്. ഗ്രേറ്റ്. ഷമ്മാസ് എന്താണ് നിന്നെ വിളിച്ചത്? ഞാൻ കണ്ടില്ലല്ലോ. ഷമ്മാസ് എന്താണ് വിളിച്ചത്? എന്താണ് റജിനെ വിളിച്ചത് ഷമ്മാസ്? നീ അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ. എന്നും ഒരു ഹാലിസിനെ എന്നോട് ഒരിക്കൽ ചോദിച്ചതാണ് ഇതേ. റജിനെ നിന്റെ പണി വാളിയിടാ. മദേഴ്സിന് അപ്പസ്ട്രോഫി വേണ്ട സീത. പ്ലൂറൽ അല്ലേ? പ്ലൂറിന് അപ്പസ്ട്രോഫി വേണ്ടല്ലോ. അമ്മമാർ അല്ലേ? മദേഴ്സ് ഹാവ് ആൻ ഇൻട്രൻസിക് ക്വാളിറ്റി ടു ഐട്രേറ്റ് തിങ്സ് and make their children yield to their orders. Satya to ullada. The court iterated. Politicians are not above law. He's very strident to children. Great. The former principal of the school was strident. Okay. His strident nature always makes a discontent in others. Great. The bearing of the person behind me was suspicious. Okay. Bear എന്ന വേർബ് ഉണ്ടടാ. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു ബെയർ എന്ന വേർബ് ഉണ്ട്. ബെയർ ചെയ്യുക രണ്ടർത്ഥമുണ്ട്. എന്താണ്? ടോളറേറ്റ് ചെയ്യുക അല്ലേ? ഐ കനോട്ട് ബെയർ യു എനി ലോങ്ങർ. എനിക്ക് പറ്റില്ല, നിന്നെ കൊണ്ട് സഹിച്ച് മടുത്തു. ഈ ബെയർ. പിന്നെ ബെയർ എന്താ? ക്യാരി ചെയ്യുക, വഹിക്കുക, ഒരു കാര്യം വഹിക്കുക അല്ലേ? എയർബോൺ ഡിസീസ്, ഈ ബെയറിൻ്റെ പാസ്റ്റൻസ് ബോണില്ലേ, അതാണ്. വിളിച്ചത് എൻ്റെ പൊന്നെ ഷമ്മാസേ, നീ അങ്ങനെ വിളിക്കരുതായിരുന്നു അവനെ അല്ലേ? അങ്ങനെ വിളിക്കരുതായിരുന്നു എന്ന്. Iterating pollution issues in the society is a critical crisis to be resolved. Moreover, it requires an enforced effort of the fellow beings as a whole. Yes. Collective ആയിട്ടുള്ള ഒരു പരിപാടി നടക്കണമെന്ന്. Ardi's boyfriend parted away from her because of her draconian, competitive and rag nature. എൻ്റെ പൊന്നെ ബിഹേവിയർ കൊള്ളാം. ഷമാസെ, ഇന്ന് ആയിരത്തിലിരുന്ന് നിനക്ക് കിട്ടി. പ്രപ്പോസിഷനൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷനാണ് മിസ്സേ, മാറി പോകുന്നു. കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. പയ്യെ സെറ്റ് ശരിയാവും, പേടിക്കണ്ട. അപ്പം വെയിറ്റ് ചെയ്തോ. ഹിസ് ബെയറിംഗ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. ഓക്കെ, കുഴപ്പമില്ല. ഹിസ് പോസ്റ്റർ അവൻ്റെ അല്ലേ, യുവർ ബെയറിംഗ് ഡ്യൂറിംഗ് ദ അസംബ്ലി ഇസ് നോട്ട് അല്ലേ അക്സെപ്റ്റബിൾ. ഇങ്ങനെ നിൽക്കാൻ പാടില്ല അല്ലേ, ബോഡി പോസ്റ്റർ ശരിയല്ല എന്ന് പറയാം. യെസ്. ഓക്കെ, മാർഷലിംഗ് ബുക്സ് ഇൻ ലൈബ്രറി ഇസ് എ ടഫ് ജോബ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, മൂവിങ് ഓൺ. അടുത്തോട്ട് പോവാം. നമുക്ക് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം. കേരള ഹൈക്കോർട്ടിൻ്റെ ട്രാൻസ്ലേറ്റർ പോസ്റ്റ് ആൻഡ് കേരള ഹൈക്കോർട്ടിൻ്റെ ഷോഫ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇനി പഠിക്കാൻ താല്പര്യമുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണ്, ഇനി പഠിക്കാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, 1952 രൂപയ്ക്ക് നമ്മുടെ കോഴ്സുണ്ട്. Y314 കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യുക. മറ്റുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിള്ളേരെ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് നമ്മുടെ ആർട്ടിക്കിൾ. എന്തായാലും അപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ഒറ്റ വാക്ക് ഹർഷദേ വൺസ് ബെയറിംഗ്. ആർട്ടിക്കിളിലോട്ട് പോവാണേ പിള്ളേരെ. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ വേർഡ്സ് ഒക്കെ മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇട്ടോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലൈക്ക് ഇടാത്തവരെല്ലാവരും ഒരു ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. Chacomash had a student attitude towards the son and it created a wedge in their relationship. Yes.
He behaved like a stingy student. What are you up to, man? Question mark. Rather than reducing problems, these student warnings about food safety add to the burden of human suffering. Yes, great. Moving on. Okay, kicking around. എന്താണ് kicking around? Let's start. എന്താണ് kicking around? ഇവിടെ നോക്കാം. Maybe a lie unresolved, untouched ആണോ അതോ എന്താന്ന് നോക്കാം. ഓർ ഉപയോഗിക്കുക നമ്മൾ ഒരാളെ മിസ്ട്രീറ്റ് ചെയ്യാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. ഓക്കെ അല്ലേ? Yeah. A veteran now was a pioneer once. Yes. ഇന്ന് ഫുൾ ആരതി വെച്ചിട്ടുള്ള സെന്റൻസ്. എടാ ഇതിപ്പോൾ ഇന്നൊന്നുമല്ലല്ലോ, കുറച്ച് നാളെ ഇതിപ്പോൾ സ്ഥിരമായി. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. The Indian Super League is crucial for Indian football, but so far it has failed to live up to its promise. അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL പറ്റിയാണ് സംസാരം. അപ്പോൾ വളരെ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ISL വളരെ ഇമ്പോർട്ടൻറ്റ്, ക്രൂഷ്യലാണ്. പക്ഷേ ഇതുവരെയായിട്ട് സോഫാർ ഇതുവരെ എത്രത്തോളം ഇവർ ചെയ്തോ അത്രത്തോളമായിട്ട് ഇതുവരെയുള്ള അവരുടെ ഒരു പരിപാടി അനുസരിച്ച് നമുക്ക് അവരുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും they have failed to live up to its promise. പ്രോമിസ് അവർ കീപ്പ് ചെയ്തില്ല, ഫുൾഫിൽ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. With the 9th season of the Indian Super League ISL commencing in Kochi and the ball set to roll at the FIFA U17 Women's World Cup in Bhubaneswar from Tuesday, football in India can finally put behind a chaotic and unpleasant period that was littered with boardroom battles and litigation in the nation's highest courts. The two competitions have received fresh leases of life. The ISL has returned to the traditional home and away format after the two stifling seasons in a bubble, while the World Cup is back in the country's embrace after seemingly പറയാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 9th സീസണാണ് കേട്ടോ, 9ാമത്തെ സീസണാണ് ISLൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 9th സീസണെ പറ്റിയാണ് പറയുന്നത്. കൊച്ചിയിൽ വരാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് മാത്രമല്ല നമ്മുടെ ഇറ്റ്സ് ഗോയിൻ ടു സ്റ്റാർട്ട് അറ്റ് ദി ഫിഫ Under-17 വിമൻസ് വേൾഡ് കപ്പും ഭുവനേശ്വറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് സന്തോഷിക്കാനുള്ളത് അല്ലേ. ഇത് സന്തോഷിക്ക് വേണ്ടിയ നാൾ ആണ്, ട്യൂസ്ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അങ്ങനെ വരുമ്പം നമുക്കറിയാം ഫുട്ബോൾ ഇന്ത്യയിൽ ഫൈനലി എന്താണ് ആ ഒരു അതിൻ്റെ പഴയ ആ ഒരു ഇന്ത്യയിലെ ഫുട്ബോൾ അതിൻ്റെ അഫക്റ്റ് ചെയ്ത കാര്യങ്ങൾ, പഴയ കയോട്ടിക്കായിട്ടുള്ള അൺപ്ലസൻ്റ് ആയ പീരീഡിനെയൊക്കെ മാറ്റി നിർത്തി അതിനെ ഇഗ്നോർ ചെയ്ത് അതിനെ ഫൊഗറ്റ് ചെയ്യുവാണ്. ആൻഡ് കാര്യം വെച്ചാൽ ബോർഡ് റൂം ബാറ്റിൽസായിട്ടും ലിറ്റിഗേഷനും ലീഗൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പുറകെ നടന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം മറന്നു കളഞ്ഞൊക്കെ ഇനി നമുക്ക് എന്താ സന്തോഷിക്കാൻ വേണ്ടി നാളല്ലേ, ഇത് ആഘോഷിക്കാൻ വേണ്ടി നാൾ എന്ന് പറയില്ലേ, അതാണ്. അപ്പം നമുക്ക് നോക്കാം അതിനെപ്പറ്റി ആണ് ഈ പറയുന്ന വരുന്ന 2 മാച്ചിനെ പറ്റി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്, അതാണ് അതിനെപ്പറ്റിയാണ് നോക്കുക എന്ന കാര്യം. ആൻഡ് ഈ ഈ രണ്ട് കോമ്പറ്റീഷൻസിനും ഫ്രഷ് ലീസസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. കാര്യം ISLനെ സംബന്ധിച്ചിടത്തോളം ISL റിട്ടേൺ ചെയ്തൊരു ട്രഡീഷണൽ ഹോം അവേ ഫോമാറ്റിൽ നിന്ന് 2 സ്റ്റിഫ്ലിംഗ് സീസൺസ് ഉണ്ടായിരുന്നു. ബയോബബിൾ വെച്ചിട്ട് കാര്യം നടക്കാതെ പോയ ഒരു 2 സീസൺസ് ഉണ്ടായിരുന്നു. ബിക്കോസ് നമുക്കറിയാം 2 വർഷം പാൻഡമിക് ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല അതേ സമയത്ത് വേൾഡ് കപ്പ് ബാക്ക് ആണ് ടു കൺട്രി. നമ്മൾ വേൾഡ് കപ്പ് ഇസ് ബാക്ക് ആഫ്റ്റർ സീമിംഗ്ലി സ്ലിപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ് once in 2020. സ്ലിപ്പ് ഔട്ട് ചെയ്ത് പോയി, ജസ്റ്റ് വന്നുപോയി അല്ലെ, ആസ് എ സീക്രട്ട് ബിക്കോസ് ഓഫ് COVID-19. നമ്മുടെ പിന്നെ സ്ലിപ്പ് ഔട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരർത്ഥം കൂടി ഉണ്ടെന്നുള്ളത് ഇവിടെ നോക്കി. ഇവിടുത്തെ അർത്ഥം വേറെയാണ്. സ്ലിപ്പ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കൈ വിട്ടുപോവാ അല്ലേ, നമ്മൾ അയ്യോ തെന്നിപ്പോവാന്ന് പറയില്ലേ, വഴുതി പോവാ പറയില്ലേ, സ്ലിപ്പ് ഔട്ട് ചെയ്താൽ ആ അർത്ഥം ഇവിടെ ഉണ്ട്. സ്ലിപ്പ് ഔട്ട് ഓഫ് ഇറ്റ്, ഇവിടെ സ്ലിപ്പ് ഔട്ട് ചെയ്യുന്ന നമ്മുടെ മിസ് ചെയ്ത് പോയി, വി മിസ്ഡ് ഇറ്റ് അല്ലേ, ജസ്റ്റ് മിസ്സാക്കി എന്ന് പറയില്ലേ, മിസ്സിങ് ഇറ്റ്. നമുക്ക് COVID-19 പാൻഡമിക് കാരണം അല്ലേ നമുക്ക് ഇത് പോയി. ആൻഡ് ദെൻ 2 months ago വെൻ FIFA സസ്പെൻഡഡ്, ഓർമ്മയുണ്ടോ? FIFA സസ്പെൻഡ് ചെയ്ത് AIFനെ സസ്പെൻഡ് ചെയ്ത് ഓർമ്മയുണ്ടോ? അപ്പോൾ അങ്ങനെ വന്നപ്പോഴും നമുക്ക് അങ്ങനെ 2 വട്ടമാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയത്. അപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFനെ സസ്പെൻഡ് ചെയ്തപ്പോഴും നമുക്ക് എന്ത് ചെയ്തു, കൈവിട്ട് പോയതായിരുന്നു ഈ പറയുന്ന. അങ്ങനെ ആ 2 തവണ നമുക്ക് കൈവിട്ട് പോയ കാര്യങ്ങളാണ് ഈ പറയുന്ന എന്താണ് ഫുട്ബോളിൻ്റെ കാര്യം. അങ്ങനെ ഇരുന്നപ്പോൾ ആൻഡ് ഈ ഫിഫ എന്ത് ചെയ്തു, IFFനെ എന്താ വിതൽഡ് ചെയ്തപ്പോൾ അവർക്ക് ഹോസ്റ്റിംഗ് റൈറ്റ്സും എടുത്ത് മാറ്റിയായിരുന്നു അല്ലേ, അത് മാറ്റിയിരുന്നു. അവർക്ക് ഇനി അത് കൊടുക്കില്ല എന്ന് പറഞ്ഞ് മാറ്റിയത്. അങ്ങനെയാണ് പിന്നെ തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മളത് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിളുമാണ്. അങ്ങനെ എന്താണ് ഒരു ഇൻ്റർഫിയറൻസ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇടപെട്ടിരുന്നു. അങ്ങനെയാണ് വേറൊരു ആളിൻ്റെ ഇടപെട്ടൽ വേണ്ട എന്നുള്ള രീതിയിലോട്ട് അത് വന്നത്. അപ്പോൾ IFന്റെ പുതിയ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ ന്യൂ IF അഡ്മിനിസ്ട്രേഷൻ ദ എക്സ്പെക്ടേഷൻ ഇസ് ഫോർ ദീസ് 2 ചാമ്പ്യൻഷിപ്സ്, ഈ 2 ചാമ്പ്യൻഷിപ്സ് ആണ് നമ്മൾ മുന്നോട്ട് കാണുന്നത്, ടു അഷർ ഇൻ എ പ്രൊഡക്റ്റീവ് എറ ഫോർ ദ സ്പോർട്ട് ഇൻ ഇന്ത്യ. The ISL is crucial for players' preparation ahead of the 2023 AFC Asian Cup. A good performance at the premier continental tournament can enhance the nation's standing.
The World Cup may provide impetus to further the overall development of women's football in the country, which is still in its nascent stages. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് എന്നൊരു അവസ്ഥയിലാണ്. കാര്യം IFന്റെ ന്യൂ അഡ്മിനിസ്ട്രേഷൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഈ 2 ചാമ്പ്യൻഷിപ്സും വളരെ നമ്മൾ എന്താ പറയുക മുതൽക്കൂട്ടായിട്ട് നമ്മൾ വെക്കുകയാണ്. കാര്യം ഇവർ നമ്മൾ എന്ത് ചെയ്യും, it will always usher in a productive, it will indicate, herald, നമുക്കൊരു സിഗ്നൽ തരുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വിൽ usher in a productive era. സ്പോർട്ട് ഹിസ്റ്ററിയിൽ, ഇന്ത്യൻ സ്പോർട്ട് ഹിസ്റ്ററിയിൽ ഒരു സിഗ്നിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു നല്ലൊരു ഹിസ്റ്ററി, ഒരു ടൈം പ്രൊഡക്റ്റീവ് എറ ആയിട്ടാണ് കാണുന്നത്. കാര്യം ISL പ്ലെയേഴ്സിൻ്റെ പ്രിപ്പറേഷൻ 2000 വളരെ ക്രൂഷ്യലാണ്. കാര്യം 2020 AFC ഏഷ്യൻ കപ്പിന് വേണ്ടിയിട്ടുള്ളത് വളരെ ക്രൂഷ്യലായിട്ടൊരു മൊമെൻ്റാണ് ഈ ISL എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ഗുഡ് പെർഫോമൻസ് ഒരു ടൂർണമെൻറ്റിന്, അത് നേഷൻ്റെ സ്റ്റാൻഡിങ്ങിന്, നേഷൻ്റെ ഒരു നിലനിൽപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. മാത്രമല്ല ഈ വേൾഡ് കപ്പും ഒരു ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഇന്ത്യന്. കാര്യം വിമൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് വിമൻ ഫുട്ബോൾ ഇന്ത്യയിൽ, നമ്മുടെ കൺട്രിയിലെ വിമൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മോട്ടിവേഷൻ ആയിരിക്കും, ഒരു ഇമ്പച്ചസ് ആയിരിക്കും. ഈ പറഞ്ഞ എന്താ പറയുക, അതിന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട്, എല്ലാ ഓവറോൾ ഡെവലപ്മെൻറ്റ് കൂട്ടാൻ വേണ്ടി വല്ലാത്തൊരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. കാര്യം ഇപ്പോഴും വിമൻ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു നേസൻ സ്റ്റേജിലാണ്, ഇറ്റ്സ് എ ബൂമിങ് സ്റ്റേജിൽ നിൽക്കുകയാണ് അല്ലേ, പയ്യെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ അതിന് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഒരുപാട് മുതൽക്കൂട്ടാകാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഈ വരാൻ പോകുന്ന നമ്മുടെ Under-17 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്, ലെറ്റ്സ് സീ എന്താണ് പറയുന്നത് നോക്കാം. ഇറ്റ് വാസ് 8 years ago that the ISL was introduced with the aim of revolutionizing the game. Months before that, in December 2013, India had won the rights to host its first global competition, the 2017 FIFA Under-17 World Cup. But since then, progress has been only incremental. The ISL's top-down approach, the lack of a pyramid of leagues held together by the principle of promotion and relegation, and the absence of qualitative reforms at the grassroots have resulted in India languishing at 106 in the world rankings and at 19 in the Asian pecking order. The 2026 FIFA World Cup will be a 48-team affair, expanded from the current 32. 8 sports are നോക്കാം. 8 വർഷങ്ങൾക്ക് നമുക്ക് കുറച്ച് ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ. 8 വർഷങ്ങൾക്ക് മുമ്പ് ISL ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഗെയിമിനെ ഒന്ന് റെവല്യൂഷന് മറ്റൊരു കംപ്ലീറ്റ് ചേഞ്ച് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് ISL 8 വർഷം മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനും മാസങ്ങൾക്ക് മുമ്പ് ഡിസംബർ 2013 ഇന്ത്യക്ക് എന്ത് കിട്ടി? റൈറ്റ്സ് ടു ഹോസ്റ്റ് ഫസ്റ്റ് ഗ്ലോബൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ളൊരു ഇത് കിട്ടി, ചാൻസ് കിട്ടി. അതാണ് 2017 വേൾഡ് കപ്പ്. ഓക്കെ, എന്നിട്ട് അത് മുതൽ ബട്ട് സിൻസ് ദെൻ അപ്പം മുതൽ പ്രോഗ്രസ് വളരെ ഇൻക്രിമെൻ്റൽ, അതായത് വളരെ ഗ്രാജുവൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പയ്യെ വളർന്ന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, ISLന്റെ ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോൾ പോകുന്നു താഴെ പോകുന്നു, അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ അപ്രോച്ച് ഉണ്ട്. മാത്രമല്ല ഒരു പിരമിഡ് നമുക്ക് വരുന്നില്ല, പക്കാ ഒരു പിരമിഡിൽ നിൽക്കണില്ല, അതിൽ ഒരു പിരമിഡ് ഇല്ല. ഹെൽഡ് ടുഗെദർ ബൈ ദ പ്രിൻസിപ്പൽ ഓഫ് പ്രൊമോഷൻ റിലിഗേഷൻ. കാര്യം നമുക്ക് പ്രൊമോഷൻ റിലിഗേഷൻ കാരണം എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ്. താഴ്ത്തി കെട്ടുന്നു, ഹയർ പൊസിഷൻസിന് ഓഫീസേഴ്സിൻ്റെ താഴ്ത്തു കൊണ്ടുപോകുന്നു, ഗ്രൂപ്പിസം അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ മാത്രമല്ല ഒരു ക്വാളിറ്റേറ്റീവ് റിഫോംസിൻ്റെ ഒരു ഇല്ലായ്മ ഇവിടെയുണ്ട്. കാര്യം ഗ്രാസ് റൂട്ട്സ് ലെവലിൽ നിന്ന്, ബേസിക് ലെവലിൽ നിന്ന്, ഫണ്ടമെൻ്റൽ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങണം. എന്നാലേ ഒരു റിഫോം മാറ്റങ്ങൾ വന്നാലേ കാര്യമുള്ളൂ. അത് വരുവാണെങ്കിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട്, ഇതെല്ലാം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറ്റി? നമ്മുടെ അവസ്ഥ, ഇന്ത്യയുടെ ഒരു സ്ഥാനം എന്തായിരുന്നു വെച്ചാൽ 106 ഇന്ത്യയുടെ വേൾഡ് റാങ്കിങ്ങിൽ 106 ഇന്ത്യ നിന്നുകൊണ്ടിരുന്ന സ്ഥാനം വേൾഡ് റാങ്കിങ്ങിലെ. എന്നാൽ അതേ സമയത്ത് ഏഷ്യൻ പെക്കിംഗ് ഓർഡറിൽ, അതായത് വിത്തിൻ എ ഗ്രൂപ്പ് ലെവലിൽ ഏഷ്യൻ റാങ്കിങ്ങിൽ അവരുടെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഏഷ്യ പെക്കിംഗ് ഓർഡറിൽ നമ്മൾ വെറും 19 ഏഷ്യൻ ഇതിൽ. അങ്ങനെ ആണ് ഇന്ത്യയുടെ ഒരു അവസ്ഥ നിന്നുകൊണ്ടിരുന്നത് ഏഷ്യൻ പെക്കിംഗ് ഓർഡറിൽ. 2026 വേൾഡ് കപ്പ് വിൽ ബി അത് വളരെ മുതൽക്കൂട്ടായിട്ട് നമ്മൾ നോക്കിക്കാണുന്ന ഒരു അഫെയറാണ്. ഇറ്റ്സ് നോട്ട് സിമ്പിൾ തിങ്. അത് 2026 ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു 48 ടീം അഫെയറാണ്, 48 ടീമുകളുടെ അഫെയറാണ്. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ് എന്ന് പറയാം അല്ലേ. കാര്യം വെച്ചാൽ ഇപ്പോൾ ഉള്ള കറണ്ടായിട്ട് 32 നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് 48 ടീമുകളുടെ ഒരു ഇതാണ് വരാൻ പോകുന്നത്. 8 സ്പോർട്സ് ഗ്യാരണ്ടീഡ് ഫോർ ഏഷ്യ. 8 സ്പോട്ടുകൾ ഏഷ്യക്ക് കൊടുത്തിട്ടുണ്ട്, ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. ബട്ട് ഇന്ത്യ ഹാസ് ടു അറ്റ്ലീസ്റ്റ് ബി ഇൻ ദ ടോപ്പ് 10 അറ്റ് ദ കോണ്ടിനെൻ്റൽ ലെവൽ ടു ഹാവ് എ റിയലിസ്റ്റിക് ചാൻസ് ഓഫ് ക്വാളിഫിക്കേഷൻ. ഇന്ത്യക്ക് റിയലിസ്റ്റിക് ചാൻസ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഇന്ത്യ ചെയ്യണം അറ്റ്ലീസ്റ്റ് 10 ഉള്ളിലെങ്കിലും വരണം. ഇല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു റിയലിസ്റ്റിക് ചാൻസ് അവിടെ കിട്ടില്ല. ക്വാളിഫൈ ഇപ്പോൾ 19 ഇതിലല്ലേ നിൽക്കുന്നത്. അപ്പം ഇന്ത്യയുടെ ചാൻസ് ഇതൊരു വളരെ ക്രൂഷ്യലായിട്ടൊരു ടൈമാണ് ഇന്ത്യക്ക്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ഏഷ്യ കോണ്ടിനെൻറ്റിൻ്റെ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യ 10 വന്ന് നിൽക്കണം, ടോപ്പ് 10 നിൽക്കുന്നാലേ കാര്യമുള്ളൂ.
അതാണ് ഇന്ത്യയുടെ ഒരു മുതൽക്കൂട്ടായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ നോക്കിക്കാണുന്ന സമയം. And the Under-17 World Cup did trigger a change. A bunch of players, including the likes of Suresh Wagnam, Ankit Jadhav, Lalengwai Apuya, flourished together at the IFF's developmental side, Indian Arrows, then went on to become regulars for their ISL clubs and eventually secured berths in the Indian national team. Such a clear-cut trajectory does not exist for the women. If the U17, Under-17 Women's World Cup can help lay a similar pathway, it would have done its job. പറഞ്ഞു വരുമ്പോൾ ISL വാസ് ഓക്കെ, ISLകാർക്ക് ഇത് പിടിച്ചേക്കാൻ വലിയ പ്രോബ്ലം വന്നിട്ടില്ല. പക്ഷെ അതേ സമയത്ത് വിമൻ ക്രിക്കറ്റിൽ ഇതല്ല പരിപാടി. കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ Under-17 വേൾഡ് കപ്പ് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നല്ല ചാൻസ് ഉള്ള കാര്യം. കാരണം വെച്ചാൽ കുറച്ച് പ്ലെയേഴ്സ് ലൈക്ക് ഇവർ സുരേഷ് വാഗ്നം, അങ്കിത് ജാവേദ്, അതുപോലെ അപ്പുയ ഒക്കെ ഇവരെല്ലാവരും ഫ്ലറിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് IFന്റെ ഡെവലപ്മെൻറ്റ് സൈഡിൽ വന്ന് നോക്കുമ്പോൾ അവർ റെഗുലർ ആയിട്ടുള്ള ISL ക്ലബ്സിൽ മെമ്പേഴ്സായിട്ട് ഇവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു അങ്ങനെ തന്നെ നാഷണൽ ടീമിലൊരു ബർത്ത് അവർക്ക് തന്നെ അവരുടേതൊരു സെക്യൂർ പ്ലേസ് അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അവർ സേഫ് സൈഡിലാണ്. പക്ഷേ അതേ സമയത്ത് ഇങ്ങനൊരു ക്ലിയർ കട്ട് ട്രജക്ടറി സ്ത്രീകൾക്ക് ഇവിടെ ഇല്ല, ഇന്ത്യയിൽ അതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഈ പറയുന്ന Under-17 വേൾഡ് കപ്പാണ് അതിന് നമുക്കൊരു മുതൽക്കൂട്ടാവാൻ പോകുന്നത്. ഇങ്ങനെ എന്താണ് പറയുക, ഒരു ക്ലിയർ കട്ട് പാത്വേ സെറ്റ് ചെയ്യാൻ ഈ പറയുന്ന വേൾഡ് കപ്പിനിൽ Under-17 വിമൻസിൻ്റെ വേൾഡ് കപ്പിന് പറ്റിയാൽ that would do it the job. അതാണ് ഇവിടെ പറയുന്നത്. സോ അതായത് നമ്മൾ നോക്കി കാണുന്ന Under-17 വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ക്രൂഷ്യൽ തിങ് ഫോർ ഇന്ത്യയെ സംബന്ധിച്ച്. ഇന്ത്യയുടെ സ്പോർട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഇതാണ്. സോ ഇറ്റ് ഈസ് പ്യോർലി അനലിറ്റിക്കൽ, നത്തിങ് മോർ ദാൻ ദാറ്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ നടന്നു? നിങ്ങൾ ആർട്ടിക്കിൾ ശ്രദ്ധിക്കുന്നില്ലേ പിള്ളേരെ? ഞാനിപ്പോഴാണ് ഓർത്തെ, എൻ്റെ പൊന്നെ. കൊള്ളാം. ഇത്ര നേരം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ആരെങ്കിലും കേട്ടോ? ഞാൻ ഇനി മുതൽ ആർട്ടിക്കിൾ ഒന്ന് നിർത്തിയാലോ ഒന്നേല്? കമൻസ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാമെന്ന്. ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ശ്രദ്ധിക്കുന്നവർക്ക് കൊള്ളാം അല്ലേ? ശ്രദ്ധിക്കുന്നവർക്ക് കുഴപ്പമില്ല, ശ്രദ്ധിക്കാത്തവരുടെ കാര്യം പോയിന്നല്ലേ? അതെ. ശരിക്കും എനിക്ക് റെജിനോട് ആ കാര്യത്തിൽ ഭയങ്കര റെസ്പെക്റ്റ് ആട്ടോ. കാരണം വെച്ചാൽ ഗവൺമെൻറ് ജോബിൻ്റെ പുറകെ കുറേ പിള്ളേർ പോകുമ്പോൾ ഗവൺമെൻറ് ജോബ് നല്ലതാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പ്രൈവറ്റ് ജോബിനും അതിൻ്റെതായ ഗുണമുണ്ട്. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് ജോബിലല്ലേ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ബട്ട് എപ്പോഴും ഇമ്പ്രൂവ് ആയിരിക്കണം. നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും അവിടെ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അല്ലാതെ ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ്സർ തിങ്. നമ്മൾക്ക് ഗവൺമെൻറ് ജോബ് കയറി ഇനിയിപ്പോൾ ഞാൻ നോക്കണ്ടല്ലോ, എനിക്ക് എൻ്റെ ലൈഫ് സെറ്റ്, പൈസ കിട്ടും, ലീവ് എടുക്കാം, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ പോവാം. നീ വന്നോണ്ടാണ് എടാ കള്ള കൊച്ചുകളാ. ശരിയാ, നീ ഇല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു. മൂവിങ് ഓൺ പീപ്പിൾ. KSന്റെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് താല്പര്യമുള്ള ജോയിൻ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSന്റെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരുപാട് കോഴ്സുകളുണ്ട്. നിങ്ങൾ എന്തിനാണ് പഠിക്കണേ? നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നതല്ല കേട്ടോ, എന്ത് കോഴ്സാണ് പഠിക്കണേ നിങ്ങൾ? 10th മെയിൻസ് ക്വാളിഫൈ ചെയ്യും, എനിക്ക് ഉറപ്പാണ്. 10th പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ആണെങ്കിൽ ഇപ്പോൾ പഠിച്ചു. LGSന്റെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. കോഡ് നോക്കിയാൽ Y314 കോഡ് എടുക്കുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ജോലി മേടിക്കുക കേട്ടോ. നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നൊബേൽ ക്യാൻ സ്ട്രെങ്ത് ദ വോയിസസ് ഓഫ് പീസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഗ്ലോബലി. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എറർ എന്താണെന്ന് പറയാം. കുറേ പേര് എനിക്ക് ആൻസർ തന്നു, പക്ഷെ കുറച്ച് പേര് എന്നാലും തന്നിട്ടുള്ളൂ. എനിക്ക് കുറച്ച് പേര് ആൻസർ തന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ആൻസർ തരണം. കാര്യം ഞാനിത് ആർക്ക് വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ? അതാണ്. അയ്യോ, ബയോ ബബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. ബയോ ബബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, മറ്റേ ഇത് പറയില്ലേ, എന്താ പറയുക, മറ്റേ ആ ബയോ ബബിളിൻ്റെ ഉള്ളിൽ പറയില്ലേ, ലിറ്ററലി ഈ പറയുന്ന ഒരു ബബിളില്ലേ, ഹബ് സിറ്റി, എന്താ ബയോ ബബിൾ. സ്പോർട്ടിംഗ് ഇവൻറ്റ്സ് COVID-19 പാൻഡമിക്കിൻ്റെ സമയത്ത് ബയോ ബബിൾ ഇത്ര ഉള്ളൂ. നമ്മൾ പണ്ട് COVID-19 പണ്ടല്ല, COVID-19 2019-20 കാലഘട്ടത്തിൽ പാൻഡമിക്കിൻ്റെ സമയത്ത് ഈ പറയുന്ന സ്പോർട്ട് പരിപാടികളൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്ററലി ഒരു ബബിൾ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഉള്ളി മാത്രം, ലൈക്ക് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സൈറ്റ്. അത് ഭയങ്കര ക്ലോസ് ഡോർസിലാണ്. എല്ലാവരും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വാറന്റീനിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സേഫ്റ്റി പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ടായിരുന്നു.
അതിനെ ബയോബബിൾ എന്ന് പറയും കേട്ടോ. അതാണ് ബയോബബിൾ. ലിറ്ററലി ആ ഒരു ബബിൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത്, ബബിളിൻ്റെ ഉള്ളിൽ അവസ്ഥ. സ്ട്രെങ്ത് അല്ല, സ്ട്രെങ്ത് ഇസ് നൗൺ അല്ലേ, സ്ട്രെങ്ത് നൗൺ ആണ്. അപ്പോൾ സ്ട്രെങ്തൻ വേണം കൊടുക്കാൻ, സ്ട്രെങ്തൻ. അല്ലേ, നൊബേൽ ക്യാൻ സ്ട്രെങ്തൻ ഇസ് വേർബ്, നമുക്ക് വേണ്ടതല്ലേ. ക്യാൻ കഴിഞ്ഞിട്ട് V1 കൊടുക്കണം അല്ലേ, ക്യാൻ കഴിഞ്ഞിട്ട് നൗൺ ആണോ കൊടുക്കേണ്ടത്? അല്ല, ക്യാൻ ഇസ് എ മോഡൽ ഓക്സിലറി വേർബ്. മോഡൽ ഓക്സിലറി വേർബിന് ശേഷം എപ്പോഴും എന്ത് കൊടുക്കണം? തൊട്ടടുത്ത്, വേറെ എവിടെയും പോകാൻ പാടില്ല, എപ്പോഴും എന്ത് കൊടുക്കണം? മോഡൽ ഓക്സിലറി വേർബ് വന്നോ ഓർത്തോളൂ, അതിനുശേഷം V1 കൊടുക്കുക, വേർബിന്റെ ഫസ്റ്റ് ഫോം. ആൻഡ് ദാറ്റ്സ് ദി ആൻസർ ഫോർ ഹിയർ എവ്രിവൺ. യാ, മൂവിങ് ഓൺ. അടുത്ത സെറ്റ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, കണ്ട വലുതാന്നൊക്കെ തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ബോത്ത് factions are marshalling facts as well as fiction in support of their claims, and the ECI has a tough task in determining which side gets to own the Sena brand. ബ്രാൻഡിന് വേണ്ടി അടിയാണ് അല്ലേ, ബോ ആൻഡ് ആരോയ്ക്ക് വേണ്ടി അടിയാണ്, അത് ഞാൻ പറയുന്നത്. എനിവേസ്, വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരണം എല്ലാവരും കേട്ടോ. മേക്ക് ഷുവർ യു ഗിവ് മീ ദി ആൻസേഴ്സ് ഇൻ ദ കോമന്റ് സെക്ഷൻ പീപ്പിൾ. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഞാൻ ക്ലാസ്സിലൊക്കെ എഴുതുമ്പോൾ നോട്ട്സ് ഞങ്ങൾ എല്ലാവരും തരാറുണ്ട്, അതുപോലെ PDF നോട്ട്സ് ആൻഡ് അതുപോലെ തന്നെ ക്വിസസ് നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ടെലിഗ്രാം ചാനൽ 2 KPSC ഷോർട്ട് സെലക്ഷൻ ആൻഡ് Adda247 കേരള സെൻട്രൽ എക്സാംസ്. അപ്പോൾ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ഹാവ് എ വണ്ടർഫുൾ ഡേ പീപ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കോമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്യാം. അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം മിസ് ആൻസർ ഇടാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കണ്ട കേട്ടോ, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുന്നവരും മറക്കണ്ട, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കണം കേട്ടോ. ഓക്കെ, ബാങ്കിങ് സ്റ്റുഡൻറ്റ് ചൂസ് പേപ്പറിൽ എഡിറ്റോറിയൽ മാത്രം നോക്കിയാൽ മതിയോ? ഫുൾ NP വായിക്കണം, ഫുൾ വായിച്ച് സമയം കളയണ്ട കേട്ടോ. എഡിറ്റോറിയലാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ്, ആർട്ടിക്കിൾ അവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. യെസ്, അപ്പോൾ താങ്ക് യു പീപ്പിൾ, ഹാവ് എ വണ്ടർഫുൾ ഡേ, എൻജോയ് യുവർ ഡേ, ബൈ.